സഹോദരന്മാരെ, സഹോദരിമാരെ, ആമുഖം പരമാവധി ചുരുക്കി വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ മഹത്തായ ഒരു വിഷയം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനുണ്ടെന്ന് തെളിയിക്കുന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ചങ്കിന് പിടിച്ച് അല്ലാഹു ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങൾ സുബ്ഹാനല്ലാഹ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിലൂടെ അല്ലാഹു ഉണ്ടെന്ന് ബോധ്യപ്പെടും, കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലാഹുവാണെന്ന് ബോധ്യപ്പെടും. ഇതിനെല്ലാം കഴിയുന്ന റബ്ബിന് നാളെ പുനരുത്ഥാനവും പെട്ടെന്ന് സാധിക്കുന്ന കേസ് മാത്രമാണ് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുകയും ചെയ്യും. ഈ രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ സംസാരം. ഒരിക്കലും എതിർക്കാനാവാത്ത ശക്തമായ വെല്ലുവിളികളാണ് പടച്ച റബ്ബ് നടത്തുന്നത്. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങൾ കലിപ്പിക്കുന്ന ബീജങ്ങളെ മനുഷ്യക്കുഞ്ഞായി പടക്കുന്നത് നിങ്ങളോ നമ്മളോ? ചോദ്യം 1. 2, അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങൾ ഇറക്കുന്ന കൃഷി, ആ കൃഷി ലക്ഷ്യത്തിലെത്തിച്ച് വിളവെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ എത്തിച്ചു തരുന്നത് നമ്മളാണോ നിങ്ങളാണോ? 2. 3, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അത് മുകൾ ഭാഗത്ത് നിന്ന്, മേഘപ്പാളികളിൽ നിന്ന് അത് താഴെ ഇറക്കിയത്, മഴയായി വർഷിപ്പിച്ചത്, ആ വെള്ളം നിങ്ങൾക്ക് നൽകിയത് നമ്മളാണോ നിങ്ങളാണോ? ഇത് 3 കഴിഞ്ഞിട്ട് 4ാമത്തെ ഒരു ചോദ്യവും കൂടെ ചോദിക്കുന്നു. 3 കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. അത് തള്ളിക്കളയാനും നിഷേധിക്കാനും കഴിയില്ല. 1 മനുഷ്യന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും, 2 മനുഷ്യന്റെ അവശ്യ വസ്തുക്കളിൽ 2 പറഞ്ഞപ്പോ ഇനി 3ാമത്തെ ഒരവശ്യ വസ്തുവും കൂടെ പ്രതിപാദിക്കുകയാണ്. അതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഭക്ഷണം പോലെ, വെള്ളം പോലെ വേണ്ട ഒരു സാധനം, അതേക്കുറിച്ച് അല്ലാഹു ചോദിക്കുകയാണ്. പക്ഷേ 4ാമത്തെ ചോദ്യം ഇതിൽ അവസാനിപ്പിക്കാനുണ്ടായ കാരണം, ഈ ചോദ്യം ഏറ്റവും അവസാനത്തേക്ക് വരുത്താനുള്ള കാരണം, അത് കേവലം മനുഷ്യൻ അല്ലാഹു നൽകിയ അനുഗ്രഹം മാത്രമല്ല, അനുഗ്രഹത്തിനപ്പുറത്ത് പൊള്ളുന്ന ഒരോർമ്മപ്പെടുത്തലും കൂടെയാണ്. അതേതാണ്? തീ എന്ന അടിസ്ഥാന സൗകര്യം, അഗ്നി, തീ. അല്ലാഹു ചോദിക്കുന്നു, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ. നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. ഈ തീ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മരം നിങ്ങളാണോ നമ്മളാണോ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, അന്ന് അറബികള്
യാത്രാവേളകളിലൊക്കെ തീയുണ്ടാക്കിയിരുന്നത് 2 മരങ്ങൾ പരസ്പരം ഉരസിയിട്ടായിരുന്നു തീ കത്തിച്ചിരുന്നത്. പഴയ സംവിധാനം അങ്ങനെയായിരുന്നു. ഈ മരത്തിൽ നിന്നാണ് നിങ്ങൾ തീ കത്തിച്ചെടുക്കുന്നതെങ്കിൽ ഈ മരം നിങ്ങൾ ഉണ്ടാക്കിയതാണോ അതോ ഞാൻ ഉണ്ടാക്കിയതാണോ? ഈ മരം മുളപ്പിച്ചത് നിങ്ങളാണോ നമ്മളാണോ? മനസ്സിലാക്കുക. ഇന്നാ ജഅൽനാഹാ തദ്കിറ, തീർച്ചയായും ഈ തീ നിങ്ങൾക്ക് നാം ഉണ്ടാക്കി തന്നത്, തീയിനെ നിങ്ങൾക്കൊരുക്കി തന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? തദ്കിറതൻ. നോക്കുക, തദ്കിറതൻ, ഇത് ഒരു വലിയ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. വമതാഅൻ ലിൽ മുഖ്വീൻ. അതേ രൂപത്തിൽ മരുഭൂമികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്ക് ഈ തീ കൊണ്ട് ഉപകാരമെടുക്കാനും കൂടെയാണ്. യാത്രയിലുള്ള ഉപകാരം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. മരുഭൂമികളിൽ മരങ്ങൾ ഉരസിയിട്ട് ഇവർ തീ കണ്ടെത്തിയപ്പം എവിടെയായാലും തീ നിങ്ങൾക്ക് മതാഅൻ, ഉപകാരത്തിന് വേണ്ടി പടച്ചു തന്നതാണ് എന്ന് പറയുന്നതിന്റെ മുമ്പ് അല്ലാഹു പറഞ്ഞത് തദ്കിറതൻ. ഭക്ഷണത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും പറഞ്ഞപ്പോ അങ്ങനെയല്ല പറഞ്ഞത്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് പടച്ചു തന്നതാണ്. പക്ഷെ തീയിനെ കുറിച്ച് പറഞ്ഞപ്പോ അനുഗ്രഹം എന്നത് പിറകിലാ പറയുന്നത്. അതിന്റെ മുമ്പ് അല്ലാഹു പറഞ്ഞത് തദ്കിറതൻ, ഒരു ഓർമ്മപ്പെടുത്തലാണ്. തദ്കിറതൻ, ഒരു പൊള്ളുന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് തീ നിങ്ങളുടെ അടിസ്ഥാന സൗകര്യമാക്കി മാറ്റിയത് അല്ലാഹു. ഇന്നാ ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽ മുഖ്വീൻ. സുബ്ഹാന മൻ ജല്ല ജലാലു. എന്താണ് തീ മനുഷ്യന്റെ അവശ്യ വസ്തുവാക്കിയിട്ട് മനുഷ്യനെ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്? അതിനാദ്യം ഉപകാരത്തെക്കാളേറെ തദ്കിറത്താണ് ഇതുകൊണ്ട് ഉള്ളത് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. മനുഷ്യനൊരു ശൈലിയുണ്ട്. ചൂടാക്കി തിന്നുക, ചൂടാക്കി കുടിക്കുക, അങ്ങനെ ഒരു ശൈലി മനുഷ്യനുണ്ട് അല്ലെ? ഭക്ഷണം ചൂടാക്കി തിന്നുന്ന, വേവിച്ച് തിന്നുന്ന ഒരു ശൈലിയുണ്ട് മനുഷ്യൻ. മൃഗങ്ങൾ അങ്ങനെയല്ല, പച്ചക്ക് തന്നെ തിന്നാണ്. അവക്ക് പച്ചക്ക് തന്നെ കഴിക്കാം. കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ പച്ചക്ക് തന്നെ കഴിക്കും. പക്ഷേ മനുഷ്യർ വേവിച്ച് കഴിക്കുന്നു. മൃഗങ്ങളെ പോലെ ആദ്യം മുതലേ പച്ച കഴിച്ച് അങ്ങനെ ശീലിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ പച്ച കഴിച്ചാലും പച്ച മാംസം അല്ലെങ്കിൽ പച്ച ആഹാരങ്ങള്, വേവിക്കാത്ത ആഹാരങ്ങൾ കഴിച്ചാലും ദഹിക്കുന്ന മട്ടിലാണ് മനുഷ്യന്റെ ദഹനേന്ദ്രിയങ്ങളെയൊക്കെ അല്ലാഹു തആല നിയന്ത്രിച്ചിരുന്നതെങ്കിൽ, അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ മനുഷ്യർ വേവിച്ച് കഴിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലേക്ക് ഭക്ഷണങ്ങൾ വേവിച്ച് കഴിക്കാനുള്ള ഒരു ചിന്ത ഇട്ടുകൊടുത്തു. മനുഷ്യനെ കൊണ്ട് വേവിപ്പിച്ച് തീറ്റിപ്പിക്കുന്നത് വെന്തത് തിന്നോട്ടെ എന്ന് കരുതിയിട്ടല്ല. അതുണ്ട് വമതാഅൻ, സുഖത്തിനും സൗകര്യത്തിനും ഒക്കെയാണ്. നിങ്ങളുടെ ആമാശയത്തിന് അത്രേ താങ്ങൂ. വേവിച്ച മാംസാണ് നിങ്ങളുടെ ആമാശയത്തിന് ഏറ്റവും ഫിറ്റായത്. അതുകൊണ്ട് ദഹനപ്രക്രിയ മര്യാദക്ക് നടക്കണമെങ്കിൽ വേവിച്ച മാംസായിരിക്കണം. അതൊക്കെ എന്റെ തീരുമാനത്തിലുണ്ട്. പക്ഷെ അതൊക്കെ നമ്പർ 2 ആണ്. നമ്പർ 1, ഈ തീയുമായി മനുഷ്യനും നിത്യബന്ധം വേണം. നേരം വെളുത്താൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ നേരം വെളുക്കുന്നതിന്റെ ഇടയിലൊക്കെ എപ്പോഴും മനുഷ്യൻ തീയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അവൻ വേവിച്ചവനെ കൊണ്ട് തീറ്റിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത് ഈ തീയുമായി നിരന്തരം ബന്ധപ്പെടുമ്പോൾ ഒരു മഹാസംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിൽ ഞാൻ വിജയിക്കും. പടച്ചോൻ പറയുകയാണ്. ഏതാണ് ആ സംഭവം? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതിന്റെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞത് തദ്കിറതൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐ തദ്കിറതൻ ലിന്നാർ, ഐ തദ്കിറതൻ ലിന്നാർ,
പരലോകത്ത് അള്ളാഹു ഒരുക്കിവെച്ച നരകത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കാനും ഓർമ്മപ്പെടുത്താനുമാണ് തീ മനുഷ്യന്റെ ഒരു അവശ്യ വസ്തുവാക്കിയാൽ മാറ്റിയത്. എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാല്, പിടുത്തം വിട്ട ജീവിതം നയിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ നരകത്ത് പോകേണ്ടി വരും. എന്താ നരകം? അത് തീയാണ്. എന്താ തീയ്? എന്താണ് തീയിന്റെ സ്വഭാവം? ഇതറിയണമെങ്കിൽ മനുഷ്യന് തീയുമായിട്ട് നിത്യബന്ധം വേണം. ആ മനുഷ്യനാണ് തീയിൽ പോയി വീഴും, തീയിൽ കിടക്കേണ്ടി വരും, തീയിൽ കത്തിക്കരിയും എന്നൊക്കെ പറയുമ്പോൾ വേദനയും വിഷമവും തോന്നുകയുള്ളൂ. അപ്പൊ വരാനിരിക്കുന്ന നരകമാകുന്ന ഭയങ്കര വീടിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നടത്താനാണ് ഞാൻ മനുഷ്യന്റെ അവശ്യവസ്തുവായി അഗ്നിയെ തെരഞ്ഞെടുത്തത്, തീയിനെ തെരഞ്ഞെടുത്തത്, നിശ്ചയിച്ചത് എന്ന് പടച്ചറബ് പറയുന്നു. അപ്പൊ തീ നിങ്ങൾക്കൊരു അനുഗ്രഹം എന്നതിലപ്പുറം സത്യത്തിൽ തീ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ഒരുക്കി തന്നതൊരു വലിയ വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ്. എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഉമ്മമാർ എല്ലാവർക്കും അറിയാം തീ ചൂടുള്ളതാണെന്നില്ലേ. തിളച്ച വെള്ളത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കൈ വീണിട്ടുണ്ടാകാം, തിളച്ച വെള്ളം കൈയിലേക്ക് വന്നിട്ടുണ്ടാവാം, അടുപ്പിൽ തിരികെ വെക്കുന്ന തീക്കൊള്ളികൾ തലതിരിഞ്ഞ് കാലിലേക്ക് അടിച്ചിട്ടുണ്ടാവാം. എപ്പോഴെങ്കിലുമൊക്കെ തീയിന്റെ ചൂടറിയാത്ത മനുഷ്യരുണ്ടാവില്ല, സഹിക്കാൻ കഴിയൂല. അപ്പോഴാ പറയുന്നത് ഇതിന്റെ 69 ഇരട്ടിയാണ് നരകത്തിലെ തീയ്. ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയിന്റെ 69 ഇരട്ടിയാണ് നരകത്തിലെ തീ എന്ന് പറയുമ്പോ കണ്ണു തള്ളും. ഇത് തള്ളിക്കലാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ ഗുണപാഠമുള്ള ഈ ആയത്ത് ഇതുപോലും ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെയുള്ള ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് സ്വന്തം താല്പര്യത്തിന് ഉപയോഗിച്ചു. അന്നായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് സമൂഹത്തിന് മുമ്പിൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ മുഖ്യധാരക്കെതിരെ സത്യം വിളിച്ചു പറയുന്നിടത്ത് അത് മുഖ്യധാരക്കെതിരാണോ എന്ന് നോക്കാതെ ധൈര്യമായിട്ട് സത്യം വിളിച്ചു പറഞ്ഞു തുടങ്ങിയത് ഈ ആയത്തിന് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു. ഇവിടെ ഒരു സമുദായ പത്രത്തിൽ അന്ന് ഒരു സിനിമയുടെ പരസ്യം വന്നു, അഗ്നി എന്ന് പറയുന്ന ഒരു സിനിമയുടെ പരസ്യം. അതിനന്ന് തെളിവ് കൊടുത്തിരുന്നത് ഖുർആനിലെ ഈ ആയത്താ. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നാളെ വന്ന് കാണണം. പിന്നെ ഇതിനെതിരെ ഉസ്താദ് ശക്തമായി വിമർശിച്ചു. ഇത് ചെയ്യാൻ പാടില്ല, ഇത് തോന്നിയാസമാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ഈ കോലത്തില് സിനിമക്ക് പരസ്യം നൽകാൻ വേണ്ടിയിട്ട്, പബ്ലിസിറ്റി നൽകാൻ വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്നത് മതനിഷേധം വരെയാണ്. ആണത്തത്തോടുകൂടെ പറഞ്ഞു. അന്ന് മുതൽ ആരംഭിച്ചതാണ്, ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷേ അന്ന് പലരും കരുതിയിരുന്നു മൂക്കിൽ വലിച്ചു കളയാമെന്ന്. അത് അന്ന് തുടങ്ങിയ പൂതിയാണ്, ഇപ്പോഴും നടന്നിട്ടില്ല. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ആ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. നോക്കൂ, നിങ്ങൾ ദീൻ പറയാൻ ആരുമില്ലാത്ത സമയത്ത് പരിശുദ്ധ ദീൻ വെട്ടി തുറന്നു പറയാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പലപ്പോഴും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ മാത്രം ആയി വരുന്ന പല രംഗങ്ങളും നമ്മൾ കാണുന്നു. ഇപ്പൊ അടുത്തുണ്ടായ ഏറ്റവും വലിയ വിവാദം, ഞാനതിലേക്ക് കടന്നു വരികയല്ല, ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അങ്ങോട്ട് പറയാണ്, സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് മുസ്ലിമീങ്ങളൊക്കെ ഒരു കാഴ്ചപ്പാടാണ് അതിലെല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ തുറന്നു പറയാൻ ആർക്കും ധൈര്യമില്ല. ഉസ്താദ് തുറന്നു പറഞ്ഞു, വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു, മാറി നിന്നില്ല, പതറിയില്ല. വീണ്ടും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശക്തമായി പ്രഖ്യാപിച്ചു, തൽക്കാലം നോക്കണ്ട,
കാരണം മതം വിമർശിക്കുന്ന, മതം തെറ്റാണെന്ന് പറയുന്ന, ബുദ്ധി അംഗീകരിച്ചു തരാത്ത ഒരു തെറ്റിനെ ശരിയാണെന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല എന്ന് ഉസ്താദ് ഉറക്കെ പറഞ്ഞു. പിന്നെ പതുക്കെ എല്ലാവരും വഴിക്കിങ്ങനെ വന്നു. ഞാനതിൽ കണ്ട ഏറ്റവും വലിയൊരു സംഭവം, ഞാൻ എന്റെ പ്രഭാഷണത്തിൽ ആരെയും പേരെടുത്ത് വിമർശിക്കാറില്ല, അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത്രയും സമയം എപ്പോഴും പറഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് കണ്ട ഏറ്റവും വലിയൊരു തമാശ, ഇന്ന് വരെ ഉസ്താദിന് അനുകൂലമായൊരു തീരുമാനം എടുക്കാൻ ഒരു ഫാത്തിഹ ഓതി കൂടി പിരിഞ്ഞിട്ടില്ലാത്തവർ വരെ ഒരു യോഗം ഉസ്താദിന് അനുകൂലമായി ചേർന്നു. അത് ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ടായിരിക്കും. മറ്റേത് എപ്പോഴെങ്കിലും ഒരു ഫാത്തിഹ ഓതി കൂടുകയാണെങ്കിൽ ഉസ്താദിനെ വിമർശിക്കാനാണ് ഉണ്ടാവാറുള്ളത്. അവര് വരെ അങ്ങനെ ചെയ്തു. അൽഹംദുലില്ലാഹ്, ഒരു വലിയ വിജയമാണ്. ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇന്നാ ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ, നിങ്ങളെ പടച്ചത് റബ്ബാണെങ്കിൽ, നിങ്ങളെ മരിപ്പിക്കുന്നത് റബ്ബാണെങ്കിൽ, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് റബ്ബാണെങ്കിൽ, നിങ്ങൾക്ക് വെള്ളം നൽകുന്നത് അല്ലാഹുവാണെങ്കിൽ, നിങ്ങൾക്ക് തീ നൽകിയത് അല്ലാഹുവാണെങ്കിൽ, എല്ലാം പടച്ച റബ്ബിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇതിലൊന്നും നിങ്ങളുടെ ഒരു കഴിവും ശേഷിയും നടക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട മനുഷ്യ, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. അതാണ് നിർദ്ദേശം. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ വെല്ലുവിളി കഴിഞ്ഞിട്ട് പറയാം. അതുകൊണ്ട് പൂർണ്ണമായും നീ റബ്ബിനെ അംഗീകരിക്കാൻ നിർബന്ധിതനാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഈ മഹാനായ നിന്റെ റബ്ബിന്റെ നാമം നീ പരിശുദ്ധപ്പെടുത്തിയേ പറ്റൂ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണെന്ന് പറഞ്ഞേ പറ്റൂ. അല്ലാഹു അക്ബർ, അല്ലാഹുവിനോളം വലിയ ഒന്നുമില്ലെന്ന് നീ പറഞ്ഞേ പറ്റൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ഇതൊക്കെയാണ് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ റബ്ബിനെ നീ പ്രകീർത്തിച്ചേ പറ്റൂ. ഇതൊക്കെ നിനക്കൊരുക്കി തരുന്ന റബ്ബിനെ നീ പ്രകീർത്തിക്കാതെ എങ്ങോട്ടാ മാറി നിൽക്കുന്നത്? മാറി നിൽക്കാൻ ഒരു വകുപ്പുമില്ല. നിർബന്ധമായും നീ പ്രകീർത്തിക്കാൻ തയ്യാറാകണം, റബ്ബിനെ അംഗീകരിക്കാൻ തയ്യാറാവണം. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന റബ്ബിന് നിന്നെ രണ്ടാമത് പുനരുത്ഥാനം ചെയ്യാൻ കഴിയും, ചെയ്യിക്കാൻ കഴിയും എന്ന് റബ്ബ് പറയുന്നുണ്ടെങ്കിൽ സംശയിക്കണ്ട മോനെ, നീ അത് അംഗീകരിച്ചേ പറ്റൂ. ഇനി തൊട്ടടുത്ത ആയത്ത് നല്ല ഭംഗിയുള്ള ആയത്തുകളാണ്. ഞാൻ ആ ആയത്തിന്റെ തഫ്സീർ പറയാനാണ് ഇതൊക്കെ ഇങ്ങനെ ചുരുക്കിക്കൊണ്ടുവരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പറയുന്ന വിഷയങ്ങൾ അവസാനം വരെ കേൾക്കാതെ നിങ്ങൾ പോയാൽ ഇത് ബോധ്യപ്പെടുകയുമില്ല. എന്തൊക്കെയാ അപ്പൊ പറഞ്ഞത്? പരലോകമുണ്ട്, ഖിയാമത്ത് നാളുണ്ട്, പുനരുത്ഥാനമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അല്ലെ? അള്ളാഹുവാണ് ഹയാത്താക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് അംഗീകരിക്കാൻ കഴിയാത്തവർ ഇനിയുണ്ടാവും. ഖുർആൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ? ആലോചിക്കുന്നവർക്ക് സത്യാന്ന് ബോധ്യപ്പെടും. അതാ ഞാൻ പറഞ്ഞത്, സംഖ്യന് പിടിച്ചുകൊണ്ട് അള്ളാഹു സമ്മതിപ്പിക്കും. ആരെക്കൊണ്ടും? ആ രൂപത്തിലാണ് ചോദ്യങ്ങൾ. ശക്തമായ ചലഞ്ചുകളാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നത്, വെല്ലുവിളികൾ. ഇനി നോക്ക് നിങ്ങള്, അള്ളാഹു പറയാണ്, ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഖുർആനില്ലേ, ഈ ഖുർആൻ ഏതാണ് സാധനം എന്ന് നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞു നോക്കുക. നമ്മൾ ആദ്യം ഞാൻ ആയത്തിന്റെ അർത്ഥം ഒന്ന് പറയാം, വിശദീകരണത്തിലേക്ക് പിന്നെ വരാം. ആദ്യം അർത്ഥം നേരെ ഒന്ന് പറയാൻ പോവുകയാണ്. സംശയങ്ങൾ തോന്നുന്നവർ അവസാനം വരെ കേട്ടിരിക്കണം, അപ്പോഴേ തിരിയുള്ളൂ. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, ഫലാ ഉഖ്സിമു, അല്ലാഹു പറയുകയാണ്, ഞാൻ സത്യം ചെയ്തു പ്രഖ്യാപിക്കുന്നു. ഫലാ, അപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുകയാണ്
ആണയിട്ട് പറയുന്നു, ബിമവാഖിഇൻ നുജൂം. ഈ വിശുദ്ധ ഖുർആൻ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ബോധ്യപ്പെടില്ലേ നിങ്ങൾക്ക് വേണ്ടത്? ബിമവാഖിഇൻ നുജൂം, നക്ഷത്രതുല്യരായ മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണ്. നക്ഷത്രതുല്യരായ മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണ്. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. ഭയപ്പെടണ്ട. ആരെങ്കിലുമൊക്കെ ഖുർആൻ പരിഭാഷ വായിച്ചവരൊക്കെ ഉണ്ടാവും, എന്താ മുസ്ലിയാർ ഈ പറയുന്നത്? ഞാൻ കൃത്യമായിട്ട് പ്രമാണങ്ങൾ പറയും. മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണ്. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. തീർച്ചയായിട്ടും ഈ സത്യം, ഇപ്പൊ നിങ്ങൾ കേട്ട ഈ സത്യമില്ലേ, ഇതൊരു ചെറിയ സത്യമല്ല. നിങ്ങളിപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സത്യം ഏത്? മഹാന്മാരുടെ മഖ്ബറ പിടിച്ചിട്ട് സത്യം ചെയ്തിട്ട് എന്തോ എന്ന് അള്ളാഹ് പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ചെറിയ സത്യ, ഒരു ഉഴപ്പൻ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. മഹാന്മാരുടെ മഖ്ബറകളെ കൊണ്ട് സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നിങ്ങൾക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുമെങ്കിൽ, ലൗ തഅലമൂൻ, നിങ്ങൾക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുമെങ്കിൽ വഇന്നഹു ലഖസമുൻ അദീം, വഇന്നഹു ലഖസമുൻ അദീം. ഈ നടത്തിയ സത്യം മഹാസംഭവമാണ്. കണ്ട, ഈ സത്യത്തെക്കുറിച്ച് അല്ലാഹു തആല പറയാണ്, ഇത് സംഭവ ബഹുലമായ സത്യമാണ്. ലഖസമുൻ അദീം. എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത്, അതിന്റെ തൊട്ട് മുമ്പിലുള്ള ആയത്തുകളൊക്കെ സമാപിക്കുന്നത് മീമിലാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. തൊട്ട് മുമ്പിലുള്ള ആയത്ത്, എല്ലാ ആയത്തുകളും എല്ലാം തൊട്ട് മുമ്പിലുള്ള ആയത്ത് സമാപിച്ചത് മീമിലാണ്. അപ്പൊ രണ്ടാമത്തെ ആയത്ത് മീമിൽ സമാപിക്കണം. അപ്പൊ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് പറഞ്ഞ അവസാനിച്ചത്. അപ്പൊ ഇനി അടുത്തതും അതുപോലെ മീമ് കൊണ്ട് അവസാനിക്കണം. അപ്പൊ അല്ലാഹു എന്ത് ചെയ്തു? വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം എന്നാക്കി. ശരിക്കതിന്റെ ഓർഡർ വഇന്നഹു ലഖസമുൻ അദീമുൻ ലൗ തഅലമൂൻ എന്നാണ്. നിങ്ങൾക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുമെങ്കിൽ വഇന്നഹു ലഖസമുൻ അദീം, ഇതൊരു മഹാ സംഭവബഹുലമായ സത്യമാണ്. എന്ത്? മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്ന സത്യം ഒരു സംഭവബഹുലമായ സത്യമാണ്. എന്താണ് ഞാൻ അല്ലാഹു തആല പറയാൻ പോകുന്നത്? മഹാന്മാരുടെ മഖ്ബറകൾ പിടിച്ച് സാക്ഷിയാക്കിയിട്ട് എന്താ പടച്ചോൻ പറയാൻ പോകുന്നത്? ഇന്നഹു ലഖുർആനുൻ കരീം, ഇന്നഹു ലഖുർആനുൻ കരീം. തീർച്ചയായിട്ടും ഈ നരകസ്വർഗ പരാമർശങ്ങൾ നടത്തുന്ന പുനരുത്ഥാനത്തിന്റെയും ഖിയാമത്ത് നാളിന്റെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഖുർആനിലെ ഇത് ലഖുർആനുൻ കരീം, മാന്യമായ വിശുദ്ധ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ഇന്നഹു ലഖുർആനുൻ കരീം. ഖുർആൻ സത്യമാണ്. ഫീ കിതാബിൻ മക്നൂൻ, ഫീ കിതാബിൻ മക്നൂൻ. ഒരു സുരക്ഷിത ഫലകത്തില് സൂക്ഷിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ. ഫീ കിതാബിൻ മക്നൂൻ, സുരക്ഷിതമായി ഒരിടത്ത് സൂക്ഷിക്കപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിലായിരുന്നു ഖുർആൻ ഉണ്ടായിരുന്നത് എന്നർത്ഥം. ഫീ കിതാബിൻ മക്നൂൻ, സുരക്ഷിതമായ കേന്ദ്രത്തിലായിരുന്നു ഈ ഖുർആൻ നേരത്തെ ഉണ്ടായിരുന്നത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയുള്ള ആളുകളല്ലാതെ ആ ഖുർആനിനെ തൊടില്ല. അശുദ്ധർ തൊടാത്ത വിധം അള്ളാഹു സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ച ആ കേന്ദ്രത്തിലായിരുന്നു വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നത്. ആ ഖുർആനാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ഇന്നഹു ലഖുർആനുൻ കരീമുൻ ഫീ കിതാബിൻ മക്നൂനിൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. അതായത് ലോകരക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള അവതരണമാണ് വിശുദ്ധ ഖുർആൻ. ലോകരക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള അവതരണമാണ് ഖുർആൻ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇത് അല്ലാഹു അവതരിപ്പിച്ചതാണ്, ലോകരക്ഷിതാവായ അല്ലാഹു അവതരിപ്പിച്ചതാണെന്നതിന് തെളിവുകളേറെയാണ്. ഇഷ്ടം പോലെ പറയാനുണ്ട്, അത് ബോധ്യപ്പെടും. എന്താണ് ഇതിനുള്ള തെളിവ്? അല്ലാഹ് പറഞ്ഞ തെളിവ് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണ്. ഖുർആൻ സത്യമാണ്, ഇത് റബ്ബിന്റെ അവതരണമാണ്. ഖുർആൻ സത്യമാണ്, ഖുർആൻ പടച്ചവന്റെ കലാമാണ്.
അള്ളാഹു ഉണ്ട്, അള്ളാന്റെ കലാമാണ് ഖുർആൻ. ഇതിനൊക്കെ തെളിവെന്താ? മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണ്. അഫബിഹാദൽ ഹദീസി അംതും മുദ്ഹിനൂൻ. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, എന്നിട്ടാണോ ഈ പൊള്ളുന്ന വിവരങ്ങളെ കൊണ്ട്, ഈ വാർത്ത കൊണ്ട്, അഫബിഹാദൽ ഹദീസ്, ഈ ന്യൂസ് കൊണ്ടാണോ, ഹദീസ് എന്ന് പറഞ്ഞാൽ ന്യൂസ്, വാർത്തയാ, ഈ വാർത്ത കൊണ്ടാണോ എന്ന് പറഞ്ഞ ഖുർആനിന്റെ ഈ പൊള്ളുന്ന വാർത്തകളെ കൊണ്ടാണോ അൻതും മുദ്ഹിനൂൻ, നിങ്ങൾ അലംഭാവം കാണിക്കുന്നത്? ഈ വിശദീകരണങ്ങളുടെ കാര്യത്തിലാണോ നിങ്ങൾ അലംഭാവം കാണിക്കുന്നത്? കേട്ടില്ല എന്ന് നടിക്കുന്നത്, കണ്ടില്ല എന്ന് നടിക്കുന്നത്, താൻ തോന്നിയായി ജീവിക്കുന്നത്? ഖുർആനിനനുസരിച്ച് ജീവിതം തിരുത്തിക്കോ. കാരണം ഖുർആൻ സത്യമാണ്, അത് മഹാന്മാരാണ് അതിന് തെളിവ്. വതജഅലൂന റിസ്ഖക്കും അന്നകും തുകസിബൂൻ. ഇത്രയും പരമസത്യമായ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിലുണ്ടായിട്ട്, ഇത്രയും വിശുദ്ധമായ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിലുണ്ടായിട്ട് നിങ്ങൾ റിസ്ക് തേടുന്നത് പച്ച കള്ളം പറഞ്ഞിട്ടായിപ്പോയല്ലോ. ഈ ഖുർആനിന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ റിസ്ക് നേടുകയോ? വതജഅലൂന റിസ്ഖക്കും അന്നകും തുകസിബൂൻ. നിങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മാർഗാക്കുകയാണ് അന്നക്കും തുകദിബൂൻ. ഈ ഖുർആനിനെ കളവാക്കുക എന്നത് നിങ്ങളുടെ ഭക്ഷണത്തിനുള്ള ഉപാധിയാക്കി മാറ്റുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇത്രയും സത്യമായ ഖുർആൻ ഉണ്ടാകുമ്പോൾ എന്തിനിത് നിങ്ങൾ മൂടി വെക്കണം? ഇത് മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം എന്നാണോ നിങ്ങളുടെ തീരുമാനം? വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദിബൂൻ. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ കടന്നു വരാൻ പോകുന്നത് ഒരു വഖഫിലാണ്ട് എത്തിച്ചതാണ്. എന്താണെന്ന് മൊത്തത്തിലൊരാശയം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് തുടങ്ങാം. മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണ്. ഞാൻ അങ്ങനെയാണ് ഇതിനർത്ഥം കൊടുത്തത്. മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. എവിടെന്നാ ഈ അർത്ഥം പറയുന്നത്? നേരെ അതിന്റെ അർത്ഥം നക്ഷത്രങ്ങൾ വീണുകിടക്കുന്ന സ്ഥലം സാക്ഷിന. നക്ഷത്രങ്ങൾ വീണുകിടക്കുന്ന സ്ഥലം സാക്ഷി. നക്ഷത്രങ്ങൾ വീണുകിടക്കുന്ന സ്ഥലം സാക്ഷി എന്നതിന് എന്താണ് ഉസ്താദ് അർത്ഥം വെച്ചത്? മഹാന്മാരുടെ മഖ്ബറകളാണ് സാക്ഷി. ഇത് സത്യത്തില് വലിയ ഒരു ദുർവ്യാഖ്യാനമല്ലേ എന്ന് ചിലർക്കെങ്കിലും ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ കൂട്ടത്തില് അല്ലെങ്കിൽ സഹോദരിമാരുടെ കൂട്ടത്തില് വിശുദ്ധ ഖുർആനിന്റെ ചെറിയ രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകളൊക്കെ വായിച്ചു വെച്ചവരുണ്ടാവും. അവർക്കൊക്കെ ഒരു പക്ഷേ തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇത് മുഴുവൻ കേൾക്കാതെ പോകരുത്. ഈ ആയത്തിന് ആരാണ് ഇങ്ങനെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളിൽ ചിലർ ഇങ്ങനെ അർത്ഥം കൊടുത്തത് കാണാം. അന്നുജൂം, മവാഖിഉൻ നുജൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേട്ടോളൂ. ഇസ്മാഈലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാനിൽ, റൂഹുൽ ബയാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം, കിതാബിന്റെ പേര് റൂഹുൽ ബയാൻ, ആ കിതാബിന്റെ ആ പേരിന്റെ അർത്ഥം വിശദീകരണത്തിന്റെ ആത്മാവ് എന്നാണ്. വിശദീകരണത്തിന്റെ ആത്മാവ്. പേരുപോലെ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തോട് കൂറുപുലർത്തിയ ഒരു ഗ്രന്ഥമാണ് റൂഹുൽ ബയാൻ, വിശദീകരണത്തിന്റെ ആത്മാവ്. അതിൽ മഹാനവർകൾ രേഖപ്പെടുത്തുന്നു, നക്ഷത്രങ്ങൾ വീണുകിടക്കുന്ന സ്ഥലം സാക്ഷി, നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാക്ഷി എന്ന് പറഞ്ഞാൽ അന്നുജൂമു, നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്വഹാബ വൽ ഉലമാഉൽ ഹാദൂന ബഅദഹു, സ്വഹാബത്തും അവർക്ക് ശേഷം ഹിദായത്ത് കാണിച്ചു കൊടുത്ത സന്മാർഗത്തിലേക്ക് നയിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുമാണ്. എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ, സഹാബത്ത്, ഔലിയാക്കള്, താബിഈങ്ങള്, താബിഉ താബിഈങ്ങള്, സാലിഹീങ്ങള്, ഇവരാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു വമവാഖിഇഹിം, വമവാഖിഉഹും, അവരുടെ മവാഖിഉകൾ, അവർ വീണുകിടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുബൂറുഹും, അവരുടെ ഖബറുകളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ അർത്ഥം കൊടുത്തത്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം.
നക്ഷത്രതുല്യരായ മഹാന്മാരു അന്തിയുറങ്ങുന്ന മക്ബറകൾ സാക്ഷിയാണ്. മക്ബറകൾ സാക്ഷിയാണ്. അവരുടെ വിശ്രമതാവളമായ മക്ബറകൾ സാക്ഷിയാണ്. ഖുർആൻ സത്യമാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. അത് പറയുന്നതിന് മുമ്പ് അള്ളാഹു ഇടക്ക് കയറി. കാരണം എന്താ, ഇത് പറയുമ്പോ ചിലർക്ക് തോന്നും ഖുർആൻ സത്യമാണ്, മഹാന്മാർ സത്യം, ഖുർആൻ സത്യമാണ്. മഹാന്മാർ സത്യം, ഖുർആൻ സത്യമാണ്. എങ്ങനെ മഹാന്മാരെ പിടിച്ച് സത്യം ചെയ്തിട്ട് ഖുർആൻ സത്യാന്ന് പറയാം? ഖുർആൻ സത്യാന്ന് ബോധ്യപ്പെടുത്താൻ മഹാന്മാരുണ്ടായാ മതിയോ? മതിയെങ്കിൽ ആ പറഞ്ഞ വാക്ക് ഫുള്ള എല്ലാ അർത്ഥത്തിലും ഫിറ്റാണ്, അല്ലെങ്കിൽ അൺഫിറ്റുമാണ്. എങ്ങനെയാണ് ഇത് പറയാ? മഹാന്മാർ സാക്ഷി, ഖുർആൻ സത്യം പറയാൻ പറ്റുമോ? പറ്റും. അതിനാണ് അള്ളാഹ് ഇടക്കെന്ത് കയറിയത്. ആർക്കെങ്കിലുമൊക്കെ ചിലർക്ക്, പ്രത്യേകിച്ചിപ്പോ ഇത് ദഹിക്കാത്ത കുറെ ആളുകളുണ്ടാവും. ഏത് എന്താ ഇയാൾ ഈ പറയുന്നത്? നമുക്ക് ആകെ തന്നെ മഹാന്മാരും മക്ബറകളും കേട്ടൂടാ. ഇപ്പൊ പറയുന്നത് മഹാന്മാരുടെ മക്ബറകളാ സാക്ഷി, ഖുർആൻ സത്യമാണെന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മുസ്ലിയാർ പറയുന്നത് എന്ന്. ഞാൻ മഹാന്മാരുടെ തഫ്സീറുകൾ വായിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. മഹാന്മാർ തഫ്സീറിൽ കൊടുത്ത അർത്ഥം അള്ളാഹു അറിയാം അങ്ങനെ ഒരു സംശയം ഇവിടെ വരും. മഹാന്മാര് സാക്ഷിയാണ്, ഖുർആൻ സത്യമാണ് എന്ന് പറയുമ്പോ എന്താ ഇത്? മഹാന്മാരെ സാക്ഷിയാക്കിയിട്ട് ഖുർആൻ സത്യാന്ന് തെളിയിക്കണോ? അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയോ? എന്ത് വർത്താനായി പറയുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം. അതിന് അള്ളാഹ് നോക്ക്, നിങ്ങൾ കാര്യം പറയുന്നതിന് മുമ്പ് ഇടയിൽ കയറി നിങ്ങൾ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നവരാണെങ്കിൽ ഇത് ഒരു സംഭവ ബഹുലമായ സത്യമാണ്. ഇത് ആകാശം സാക്ഷി എന്ന് പറയും പോലെ അല്ല, ഭൂമി സാക്ഷി എന്ന് പറയും പോലെ അല്ല, അന്തരീക്ഷം സാക്ഷി എന്ന് പറയും പോലെ അല്ല. ഇതാ കൂട്ടത്തിലൊന്നും പെട്ടതല്ല, ഇതാ വിഭാഗത്തിലൊന്നും പെട്ടതല്ല. മറിച്ച് ഇവിടെ ഈ പറഞ്ഞതിന്റെ താല്പര്യം ഇതൊരു സംഭവ ബഹുലമായ സത്യമാണ്. ഖുർആൻ സത്യമാണെന്നതിന് മഹാന്മാര് തെളിവാണോ? ആണ്. ഇനി നമ്മളതൊന്ന് വിശദീകരിച്ചു നോക്കുക. മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിച്ചതുപോലെ ഒന്ന് പോയി നോക്കുക. ഇതിന്റെ പിറകില് ശരിയാണോ അല്ലേ എന്നൊന്ന് ആലോചിച്ചു നോക്കുക. ആദ്യം നക്ഷത്രതുല്യർ എന്ന് സ്വഹാബത്തിന് മഹാന്മാർക്കൊക്കെ പറയുന്ന ശൈലി ഇസ്ലാമിലുണ്ടോ? അവരെ പറ്റി നുജൂം എന്ന് പറയോ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബിയുടെ ഈ തഫ്സീറിനെ ഒരു പക്ഷേ അതിനെ എതിർക്കാൻ മനസ്സുള്ളവരുണ്ടാവാം. അവർക്ക് വേണ്ടി പറയുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ്. മുത്തുനബി പറയാണ്, മുത്തുനബി ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് ഉമർ റളിയല്ലാഹുവിന് പറയാം. എന്താ മുത്തുനബി പറഞ്ഞത്? സഅൽതു റബ്ബീ അൻ ഇഖ്തിലാഫി അസ്ഹാബി മിൻ ബഅദി. എന്റെ റബ്ബിനോട് ഞാൻ ഒരിക്കൽ, നബി തങ്ങൾ പറയാണ്, അവസരം കിട്ടിയപ്പോ റബ്ബിനോട് ഒരിക്കൽ ഞാൻ എന്റെ അസ്ഹാബിമാർ മിൻ ബഅദി, എന്റെ ശേഷം എന്റെ അസ്ഹാബുമാർക്കിടയിൽ ഉണ്ടാകുന്ന ഇഖ്തിലാഫുകളെ കുറിച്ച് ചോദിച്ചു, അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച്. സഹാബത്തിന് പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും. എല്ലാ അഭിപ്രായവും ശരിയാണെന്നാണ്. കാരണം സഹാബത്ത് മുഴുവനും മുജ്തഹിദീങ്ങളാണ്, ഗവേഷണത്തിന് അർഹതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സഹാബത്തുകൾക്ക് ഓരോ നിലപാടുകൾ ഉണ്ടായിരുന്നു. ഈ സഹാബത്തിന്റെ നിലപാടിനെ ആറ്റിക്കുറുക്കിയെടുത്തതാണ് 4 മദ്ഹബ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ആറ്റിക്കുറുക്കിയെടുത്തതാണ് 4 മദ്ഹബ്. ഇന്ന് അതല്ലാത്ത ഒന്ന് അംഗീകരിക്കാൻ പാടില്ല. അങ്ങനെ അംഗീകരിച്ചാൽ അവൻ പിഴച്ചവനും സ്വയം പിഴച്ചവനും മറ്റുള്ളവനെ പിഴപ്പിക്കുന്നവനുമാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങളത് കേട്ടു. വാല്ലും മുതല്ലുമാണ് അവൻ. ഇനി നബിതങ്ങൾ പറയാൻ, ഞാൻ ചോദിച്ചു എന്റെ അസ്ഹാബിമാർ എന്റെ ശേഷം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അവർക്കിടയിൽ. അതിനെപ്പറ്റി ഞാൻ റബ്ബിനോട് ചോദിച്ചപ്പം ഫൗഹാ ഇലയ്യ, റബ്ബ് എനിക്ക് സന്ദേശം നൽകി, റബ്ബ് എനിക്ക് വഹ്യ് നൽകി. യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ സ്വഹാബക ഇൻദി, നിങ്ങളുടെ സ്വഹാബത്ത് എന്റെ അടുത്ത് ബിമൻസിലത്തിൻ നുജൂമി ഫിസ്സമാ, ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ സ്ഥാനത്താണ്. ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ സ്ഥാനത്താണ്. ബഅദുഹാ അഖ്വാ മിൻ ബഅദ്,
ചില നക്ഷത്രങ്ങൾ ചിലതിനേക്കാൾ വലുതാണ്, ശക്തിയുള്ളതാണ്, ഒക്കെയാണ്. പക്ഷേ എല്ലാം നക്ഷത്രങ്ങളാണ്. വലിക്കുല്ലിൻ നൂർ, ഓരോന്നിനും അത് നൽകുന്ന ഒരു വെളിച്ചം എല്ലാറ്റിനും ഉണ്ട്. വെളിച്ചമില്ലാത്ത ഒരൊറ്റ നക്ഷത്രവുമില്ല. എല്ലാ നക്ഷത്രത്തിനും വെളിച്ചമുണ്ട്. വെളിച്ചം കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. എല്ലാറ്റിനും വെളിച്ചമുണ്ട്. ഫമൻ അഖദ ബിശൈഇൻ മിമ്മാ ഹും അലൈഹി മിൻ ഇഖ്തിലാഫിഹിം, അതുകൊണ്ട് നിങ്ങളുടെ സ്വഹാബത്തിന്റെ അഭിപ്രായ വ്യത്യാസം അതേതായാലും സ്വഹാബിമാരുടെ ഒരു അഭിപ്രായം ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ ഫഹുവ ഇൻദി അലാ ഹുദ, അവൻ എന്റെ അടുത്ത് സന്മാർഗത്തിലാണ്. നിങ്ങളുടെ ഏത് സ്വഹാബിയുടെ അഭിപ്രായത്തിൽ നീങ്ങുന്നവനും എന്റെ അടുത്ത് സന്മാർഗത്തിലാണ്. സ്വഹാബത്തിന്റെ ഇടയിലുള്ള ഖിലാഫിനെ അടിസ്ഥാനപ്പെടുത്തിയ 4 മദ്ഹബ് വന്നത് എന്ന് പറയുമ്പോൾ 4 മദ്ഹബും സത്യമാണ് എന്നർത്ഥം. ഏതു വഴിക്ക് ജനങ്ങൾ പോയാലും സത്യമായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും സദഖ റസൂലുള്ളാഹി. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും ഇഹ്തദൈതും, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞു. ഞാനിത് പറഞ്ഞത് ജാമിഉൽ ഉസൂലിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, സ്വഹാബത്തിനെ പറ്റി നുജൂം ഇതൊരു ഒപ്പിക്കലല്ല. സ്വഹാബത്തിനെ പറ്റി നുജൂം എന്ന ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചതാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഭൂലോകത്ത് ഖുർആൻ സത്യമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? മഹാന്മാരുടെ മക്ബറകളാണ് സാക്ഷി. ഖുർആൻ സത്യമാണ് എന്നല്ലാഹു പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുർആൻ സത്യമാണെന്നതിന്റെ ഒന്നാമത്തെ തെളിവാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. ഖുർആൻ സത്യമാണെന്നതിന്റെ പ്രഥമ തെളിവ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. കാരണം മഹാന്മാരുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹിയാണ്. അപ്പൊ ഞാൻ പറയുന്നു, മദീനയിലെ ഹുജ്റത്തു ശരീഫയാണ്, റസൂലുള്ളാഹിന്റെ ഖബർ സാക്ഷിയാണ് ഖുർആൻ സത്യമാണെന്നുള്ളതിന്. ഈ മഹാന്മാരുടെ മക്ബറകൾ സാക്ഷി എന്ന് പറഞ്ഞാൽ മക്ബറക്കാ പ്രാധാന്യം അല്ല, അതിൽ കിടക്കുന്ന മഹാന്മാർക്ക് അല്ലേ. അപ്പൊ മഹാന്മാർ സാക്ഷിയാണ്. ഖിയാമത്ത് നാൾ വരെ മഹാന്മാര് നമ്മളെ മുമ്പിൽ ഇങ്ങനെ ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പൊ അവരുടെ മക്ബറയാ കാണാൻ പറ്റുക. അതുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തപ്പോ അവരുടെ മക്ബറയെ സത്യം ചെയ്തു. പക്ഷേ ആ മക്ബറക്കകത്ത് കിടക്കുന്ന മഹാന്മാരെയാണ് സത്യം ചെയ്യുന്നത്. മഹാന്മാര് സാക്ഷിയാണ്, ഖുർആൻ സത്യമാണ്. മഹാന്മാരെ കൊണ്ട് സത്യം ചെയ്താൽ ഖുർആൻ സത്യമാണെന്ന് തെളിയോ? ആണ്. എങ്ങനെ? ഖുർആൻ സത്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് മഹാന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇതൊന്നൊന്ന് മനസ്സിനോട് ചോദിക്കേണ്ടി വരും നിങ്ങൾ. പ്രത്യേകിച്ച് ഇത് അംഗീകരിക്കാൻ എന്റെ മുമ്പിലിരിക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഒരു വിഷമവുമില്ല. നമ്മളിത് ആദ്യം അംഗീകരിച്ചവരാ അല്ലേ, നമ്മളിത് ആദ്യം അംഗീകരിച്ചവരാ. പക്ഷെ ചിലപ്പോ ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ആരെങ്കിലുമൊക്കെ ദൂരെ നിന്നൊരു പക്ഷേ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും. അവരോട് ഞാൻ പറയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഖുർആൻ സത്യമാണ് എന്നുള്ളത് തെളിയാൻ നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ തെളിവെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി സത്യമാണ് അല്ലേ. അള്ളാന്റെ റസൂല്, ആ റസൂലല്ലേ ഖുർആൻ സത്യമാണെന്നതിന്റെ തെളിവ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെളിവല്ലെങ്കിൽ എങ്ങനെയാണ് ഖുർആൻ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക? നമ്മളെ അടുത്തേക്ക് ജിബ്രീൽ വന്നിട്ടുണ്ടോ? നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? നമുക്കായിട്ട് അള്ളാഹു വഹ്യ് കൊടുത്തയച്ചിട്ടുണ്ടോ? സന്ദേശങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെ ഇടയിലും അള്ളാന്റെ ഇടയിലുമുള്ള മധ്യവർത്തി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ന് ഖുർആൻ സത്യാന്ന് മനസ്സിലാക്കിയവർ റസൂലുള്ളാഹിനെ കണ്ടിട്ടാണ് ഖുർആൻ സത്യാണെന്ന് മനസ്സിലാക്കിയത്. അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടാണ്. എങ്ങനെ മനസ്സിലാക്കി? റസൂലുള്ളാഹിനെ കണ്ടിട്ട് ഖുർആൻ സത്യാന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ഖുർആനിൽ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് അൽ യൗമുൽ ആഖിർ അൽ ജന്നത്തു വന്നാർ. തൗഹീദ്, റിസാലത്ത്, പരലോകം,
നരകം, സ്വർഗം, ഇതൊക്കെയല്ലേ മുത്തുനബി ഖുർആനിലൂടെ പറഞ്ഞത്. ഖുർആന്റെ അടിസ്ഥാനപരമായ പ്രമേയം 3 നാലാമത്തെ ഒരു ചർച്ച ഖുർആനിൽ ഇല്ല. ഈ 3 ചർച്ചകളെ സഹായിക്കാൻ വേണ്ടി, ഇതിന് സഹായകമായിട്ട് മറ്റു ചർച്ചകളും കടന്നുവരും. മറ്റു ചർച്ച എന്നാൽ ലോകത്തുള്ള എല്ലാ ചർച്ചയും കടന്നുവരും. പക്ഷെ അടിസ്ഥാനപരമായി ഖുർആനിന് പറയാനുള്ളത് 3 കാര്യമാണെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയും. എന്താണത്? 1 തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2 റിസാലത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹി. 3 അന്ത്യദിനം, അൽ യൗമുൽ ആഖിർ, ആഖിറം, പരലോകം. ഇതാണ് ഖുർആനിന് പറയാനുള്ളത്. നരകം, സ്വർഗം, സിറാത്ത് എന്നൊക്കെ പറഞ്ഞ പരലോകത്തെ കുറിച്ചാണ് ഖുർആനിന് പറയാനുള്ളത്. ഈ 3 കാര്യങ്ങളാണ് ഖുർആൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യമാണെന്നതിന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തെളിവ്. എങ്ങനെ തെളിവാകുന്നു? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒന്ന് ശ്രദ്ധ കൊടുത്ത് കേൾക്കുകയാണെങ്കിൽ 2-3 സംഭവം മതിയാകും, പെട്ടെന്ന് ബോധ്യപ്പെടും. കേട്ടോളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹയാത്ത് കാലത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പമാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു സമരക്കളത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഹബീബിന്റെ കൂടെയാണുള്ളത്. ഫഇദാ തൈനാ അലാ ശജറത്തിൻ വലീല, ഇടത്താവളത്തിൽ ഞങ്ങളൊന്ന് വിശ്രമിക്കാൻ ഇറങ്ങി. ഒരു ഇടത്താവളം, ഞങ്ങൾ അവിടെ ഒന്ന് വിശ്രമിക്കാൻ ഇറങ്ങി, വഴിയിലിടക്കൊന്ന്. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അലാ ശജറത്തിൻ വലീല, നല്ല നിഴലുള്ള, നല്ല തണല് വിരിച്ചു തരുന്ന ഒരു മരം. നല്ല ഒരു മരം, അതിന്റെ ചുവട്ടിൽ നല്ല തണലുണ്ട്. പിന്നെ അങ്ങിങ്ങായിട്ടൊക്കെ ചെറിയ ചെറിയ മരങ്ങളുണ്ട്, ചെറിയ തണലേ ഉള്ളൂ. അപ്പൊ നല്ല തണല് വിരിച്ചു തരുന്ന, നല്ല തണലുള്ള ഒരു മരം കണ്ടപ്പോൾ തറക്നാഹാ ലിറസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ട് അത് മുത്തുനബിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ വിട്ടുകൊടുത്തു. സെപ്പറേറ്റ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്തു. അത് റസൂലുള്ളാഹിക്ക് സ്വന്തമായിട്ടാണ് കൊടുക്കാന്ന് വിചാരിച്ചു. നബിതങ്ങൾക്കൊരു വേറിട്ട ഒരു സെപ്പറേറ്റ് മരം, നബിതങ്ങൾക്കൊരു വേറിട്ട മരം. നബിതങ്ങൾ അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കട്ടെ, നമുക്കെല്ലാവർക്കും കൂടെ ഈ ചെറിയ മരത്തിന്റെ ചുവട്ടിലൊക്കെ കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങിങ്ങായി ദൂരെയുള്ള മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഞങ്ങളും പോയിരുന്നു. ഈ തണലുള്ള മരം റസൂലുള്ളാഹിക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ഉറങ്ങുന്നു. അള്ളാന്റെ ഹബീബും ആ മരത്തിൽ ചാരിക്കിടന്നപ്പം നല്ല ക്ഷീണമുള്ള സമയമാണ്. ഉറക്കുവന്നു, മുത്തുനബിയും ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ അതുവഴി വരുന്നത്. അയാൾ ഇങ്ങനെ കാണുകയാണ്, അനുചരന്മാരൊക്കെ അങ്ങ് അകലെ, ഓരോരുത്തരും ഓരോ മരത്തിന്റെ ചുവട്ടിൽ 2-3 പേര് വിശ്രമിക്കുകയാണ്. നേതാവ് മാത്രം ഈ വലിയ തടിമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു, ഉറക്കത്തിലുമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വാള് മരത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ആ റസൂലുള്ള കിടക്കുന്നത്. ഇത് കണ്ടപ്പോ ഇദ്ദേഹത്തിന് തോന്നി നല്ല സന്ദർഭമാണ്. എന്തിനാ യുദ്ധക്കളത്തിൽ പോകുന്നത്? ഈ യുദ്ധങ്ങളൊക്കെ നമ്മൾ നടത്തിയത് മുഹമ്മദിനെ നേരെയാക്കാനല്ലേ? ഇതിനും നല്ല ഒരവസരം ഏതാണ്? മുഹമ്മദ് ഒറ്റക്ക് കയ്യിലുള്ള ആകെയുള്ള ഒരു വാള് മരക്കൊമ്പത്ത്. ആ വാള് ഞാൻ കൈക്കലാക്കണം. ഞാനത് കൈവശപ്പെടുത്തിയിട്ട് മുഹമ്മദിനെ കൊന്നുകളഞ്ഞാൽ ഈ പ്രസ്ഥാനം ഇവിടെ അവസാനിച്ചു. മുഹമ്മദ് പ്രചരിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിച്ചു. ദീനുൽ ഇസ്ലാം അവസാനിച്ചു. അവൻ പതുക്കെ വന്നു. വസൈഫു റസൂലില്ലാഹി മുഅല്ലഖും ബിശ്ശജറതി ഫഖ്തറതഹു, മരക്കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ട മുത്തുനബിയുടെ വാളവൻ അഴിച്ചെടുത്തു. പതുക്കെ അഴിച്ചെടുത്തിട്ട് അവന് തോന്നി, ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ ഒറ്റ വെട്ടുവെട്ടാനേ ഉള്ളൂ. ഇതൊക്കെ പടച്ചോൻ അവന് തോന്നിപ്പിച്ചു കൊടുക്കുക. ഒറ്റ വെട്ടാനേ ഉള്ളൂ. പക്ഷെ അത് ശരിയല്ല. മുഹമ്മദിന് ബോധ്യപ്പെടണം, ഞാൻ ഈ കള്ളത്തരം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വധിക്കപ്പെട്ടത് എന്ന് ബോധ്യപ്പെടണം. അതിന് മുഹമ്മദിനെ വിളിച്ചുണർത്തി തന്നെ കൊല്ലാം. എന്തേ കാരണം? മുഹമ്മദിന് ഇത് ബോധ്യപ്പെടണം.
ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ടാ വധിക്കപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടണം. അല്ലാതെ ഉറക്കത്തിലങ്ങ് മരിച്ചാൽ പോരാ. അപ്പൊ വിളിച്ചുണർത്തണം. അള്ളാന്റെ റസൂലിനെ ഇവനിങ്ങനെ തട്ടി വിളിച്ചു. ഇവന്റെ കയ്യിലാ മുത്തുനബിയുടെ വാളുള്ളത്. ശത്രു മുത്തുനബിയോട് ചോദിച്ചു, തഖാഫുനി യാ മുഹമ്മദ്, മുഹമ്മദേ നീ എന്നെ ഭയപ്പെടുന്നുണ്ടോ? വാളിങ്ങനെ കയ്യിൽ പിടിച്ചു വിറപ്പിച്ചുകൊണ്ടൊരു ചോദ്യം. ഇനിയിപ്പോ എന്തായാലും ഇയാളെ എനിക്ക് കൊല്ലാൻ കഴിയുന്ന ഉറപ്പാണ്. കാരണം അപ്പുറത്ത് ആയുധമല്ല, അയാൾ ഒറ്റക്കാണ്, ഞാനുണ്ട്, എന്റെ കയ്യിൽ ആയുധവുമുണ്ട്. ആ ഉറക്കച്ചടവിൽ അവിടെ തന്നെ ഇട്ടങ്ങ് നേരെയാക്കാം. എന്നാലും ഒന്ന് വിളിച്ചുണർത്തി പറഞ്ഞിട്ടാക്കുക. എന്താ അയാളെ പ്രതികരണം നോക്കുക, കാല് പിടിക്കോ നോക്കുക. മുഹമ്മദേ നീ ലവലേശം എന്നെ ഭയപ്പെടുന്നുണ്ടോ? ഞാൻ നിന്നെ കൊല്ലാൻ പോവാ, എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് വെച്ചു. നിനക്ക് എന്നെ കുറിച്ച് വല്ല ഭയവും തോന്നുന്നുണ്ടോ? ആ സമയത്ത് മുത്തുനബി പറഞ്ഞില്ല. എത്ര കൂളായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറഞ്ഞത്. ഇല്ല, നിന്നെ ഭയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇയാള് വിചാരിച്ചു എന്തൊരു അത്ഭുത പഠിച്ചവനെ ഞാൻ ഈ കേൾക്കുന്നത്. അപ്പൊ ചോദിച്ചു, മുഹമ്മദേ ഈ വാള് കൊണ്ട് ഞാൻ നിന്നെ അങ്ങ് വെട്ടുകയാണെങ്കിൽ നീ പറഞ്ഞല്ലോ നിനക്ക് പേടിയില്ല. ഞാൻ ഈ വാള് കൊണ്ട് നിന്റെ കഴുത്തങ്ങ് ഛേദിച്ചാൽ എന്നെ നിന്നെ തൊട്ട് തടയാൻ ആരുണ്ട് മുഹമ്മദേ? എവിടെ? എന്ത് കണ്ടിട്ടാ നീ പറഞ്ഞത് നിനക്ക് പേടിയില്ല? ഞാൻ നിന്നെ വെട്ടാൻ പോവാണ്. വെട്ടിയാണ് കൊന്ന ആരാണ് നിന്നെ തടയാനുള്ളത്? എന്നെ തൊട്ട് നിന്നെ തടയാൻ പ്രതിരോധിക്കാൻ ആരാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ കൂളായിട്ട് സ്വത്തായിട്ട് അള്ളാന്റെ ഹബീബ് പറയാണ്, അല്ലാഹ് ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ല നീ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പടച്ചോൻ തടുക്കൂടാ പറയാണ്. ആ പടച്ചോൻ തടയും. ഓഹോ, പടച്ചോൻ തടയൂല്ലേ? അതെ, പടച്ചോൻ തടയും. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ അല്ലാഹ് എന്നങ്ങ് പറഞ്ഞപ്പോഴേക്ക് അവന്റെ കൈയങ്ങ് വിറച്ചു. പിടിച്ചിട്ട് കിട്ടുന്നില്ല, വാള് കയ്യിൽ ഉറക്കുന്നില്ല. വാള് നിലത്തേക്കങ്ങ് വീണു. ഫസഖത സൈഫു മിൻ യദി, അവന്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണു. ആ വാള് ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈഫ്, മുത്തുനബി ചാടി എഴുന്നേറ്റ് ആ വാളിങ്ങട്ട് എടുത്തിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇയാളോട് തിരിച്ചു ചോദിക്കുകയാണ്, മയ്യംനഉക മിന്നി, ഈ വാളുകൊണ്ട് ഞാൻ നിന്റെ തല വെട്ടിയാൽ ആരാ പ്രതിരോധിക്കാനുള്ളത്? മയ്യംനഉക മിന്നി, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ. എന്താ ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി? കേക്ക്. ഇയാള് പറയാണ്, അതേ എന്നെ എന്റെ ഇലാഹുകൾ കാക്കും, ലാത്ത കാക്കും, ഉസ്സ കാക്കും, മനാത്ത കാക്കും എന്ന് പറഞ്ഞോ? ഇല്ല. ഇയാള് പറയാണ്, ഒരാളും എന്നെ സംരക്ഷിക്കൂല മുഹമ്മദേ. ആരാണ് എന്നെ കാക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പം ഒരാളുമില്ല മുഹമ്മദേ, ഒരാളുമില്ല. ആരും എന്നെ കാക്കുകയില്ല, എന്നെ സംരക്ഷിക്കുകയില്ല മുഹമ്മദേ. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, കുൻ ഖൈറ ആഖിദ്, നീ ഏറ്റവും മാന്യമായി വാളെടുത്തവനാവണം, മാന്യമായ സ്വഭാവത്തിൽ വാളെടുത്തവനാവണം മുഹമ്മദേ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മുഹമ്മദേ നീ കനിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ, വേറെ ആരും എന്നെ രക്ഷിക്കാനില്ല. കണ്ടോ, നീ കനിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടൂ, വേറെ ഒരാളും എന്നെ രക്ഷിക്കാനില്ല. മുത്തുനബി ചോദിച്ചു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ ഞാൻ പറയുന്ന അല്ലാഹു സത്യാണ്? കണ്ടോ, മുത്തുനബി സത്യം, ഖുർആൻ സത്യമാണ് അല്ലേ? ഞാൻ ഈ പറയുന്നത് ഒരു ബഡായി ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയും. നീ എന്റെ വാളൂരിയിട്ട് ആരാ തടുക്കാന്ന് ചോദിച്ചപ്പോ ഞാൻ കൂളായിട്ട് പറഞ്ഞില്ലേ അല്ലാഹു. അപ്പൊ നിന്റെ കൈ വിറച്ച് നിലത്ത് വീണില്ലേ? നിനക്ക് ബോധ്യപ്പെട്ടില്ലേ ഞാൻ പറഞ്ഞ അല്ലാഹു സത്യാണ്? അതെ, ബോധ്യപ്പെട്ടു. കാരണം ഇത് ബോധ്യപ്പെടല്ലാതെ എടുക്കില്ലല്ലോ, പോകാൻ കഴിയും. കാരണം അയാൾ കാല് പിടിക്കുവാണ്, നീ കനിഞ്ഞെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ ഉള്ളൂ. അപ്പോഴാ ചോദിച്ചത്, എന്നാ പിന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും അല്ലാഹുവല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ഒരാളുമില്ലെന്നും തൗഹീദും റിസാലത്തും
ഇവിടെ വെച്ച് നീ അംഗീകരിക്കാൻ തയ്യാറാണോ? ഈ മനുഷ്യനോട് ചോദിക്കാൻ. ജീവരക്ഷയ്ക്ക് വേണ്ടി പോലും ആ മനുഷ്യൻ യെസ് എന്ന് പറഞ്ഞില്ല. ഖാല, അയാൾ മറുപടി പറയാം, ലാ ലാ മുഹമ്മദേ, നിന്റെ പ്രസ്ഥാനത്തേക്ക് എന്നെ വിളിക്കരുത്, ഞാൻ മെമ്പർഷിപ്പ് എടുക്കൂല, ഞാൻ വിശ്വസിക്കൂല, ഞാൻ നിന്റെ പാർട്ടി വരൂല. നീ പറഞ്ഞത് സത്യാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, പക്ഷെ ഞാൻ അങ്ങോട്ട് വരൂല. വലാകിന്നി ഉആഹിദുക അല്ലാ ഉഖാതിലക. പക്ഷേ ഒരു കണ്ടീഷൻ എനിക്ക് തരാൻ പറ്റും. അതെന്താ? ഒരു കാലത്തും ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ പോലും വരൂല, മറ്റുള്ളവരൊപ്പം പോലും വരൂല. ഞാൻ എന്റെ മാർഗമായിട്ട് ജീവിച്ചോളാം, നിനക്ക് നിന്റെ മാർഗമായിട്ട് ജീവിക്കാം. വലാ അകൂന മഅ ഖൗമി യുഖാതിലൂനക, നിന്നോട് സമരം ചെയ്യുന്നവരോടൊപ്പം ഞാൻ സഹായിക്കുകയുമില്ല എന്ന് പറഞ്ഞപ്പോ സഹിഷ്ണുതയുടെ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി ഫഹല്ല സബീല, ആ മനുഷ്യനെ അയാളുടെ പാട്ടിന് വിട്ടു, പോയിക്കോ എന്ന് പറഞ്ഞു. ഈ ഹബീബിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിഷ്ണുതയുടെ പ്രവാചകൻ അല്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഹിഷ്ണുതയുള്ളയാളായിരുന്നു മുത്തുനബി. എന്താ ഈ പറയുന്നത്? ഇതിലും വലിയ സഹിഷ്ണുത ഇനി എന്താ? എന്തൊരു സുഖമുണ്ട്. റസൂലുള്ളാഹി അങ്ങനെ വെട്ടിക്കൊല്ലുന്ന നശിപ്പിക്കുന്ന ആളാണെങ്കിൽ ഒറ്റ വെട്ടിന് പണി കഴിക്കാനല്ലേ ഉള്ളൂ. മാത്രമല്ല ന്യായവുമില്ല, ആര് കേട്ടാലും മോശമായിപ്പോയി എന്ന് പറയോത്. എന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പാട്ടിന് വിട്ടു. ഞാൻ ഈ സംഭവം എന്തിനാ പറഞ്ഞത് എന്നറിയോ? എന്നിട്ട് അയാളുടെ ഖൗമിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞ മറുപടി ഹദീസിലുണ്ട്. ഫഅതാ അസ്ഹാബഹു ഫഖാല ജിഅ്തുകും മിൻ ഇൻദി ഖൈരിൻ നാസ്. അയാളുടെ കമ്പനിയുടെ അടുത്ത് ചെന്നിട്ട് ശത്രുക്കളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇയാൾ പറയാണ്, ജിഅ്തുകും മിൻ ഇൻദി ഖൈരിൻ നാസ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ലോകം കണ്ട ഏറ്റവും നല്ല ഒരു സുമനസിന്റെ അടുത്തുനിന്നാണ്. ലോകം കണ്ട ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ അടുത്താണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. കാരണം മനസ്സിൽ അത് വല്ലാതെ ബോധ്യപ്പെട്ടു പോയി തിരുനബിയുടെ സഹിഷ്ണുത. ഹബീബിന്റെ സഹിഷ്ണുത ശരിക്കും മനസ്സിനാണ്ട് ബോധ്യപ്പെട്ടു. എന്തിനാപ്പം ഞാൻ ഈ സംഭവങ്ങളോട് പറഞ്ഞത്? അറിയോ? അള്ളാഹു സത്യാണ് എന്ന് മുഹമ്മദ് നബി ഇയാൾക്ക് തെളിയിച്ചു കൊടുത്തോ? തെളിയിച്ചു കൊടുത്തു. അപ്പോ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാ എന്നൊക്കെ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതാണല്ലോ ഖുർആനും പറയുന്നത്. ഈ സംഗതി സത്യാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താ? മുഹമ്മദ് റസൂലുള്ളാഹിയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് തെളിവ്. ഇതാണ് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. മഹാന്മാർ അവരുടെ ഓർമ്മകൾ അന്തിയുറങ്ങുന്ന മഖ്ബറകൾ സാക്ഷിയാണ്. മഹാന്മാരുടെ ചരിത്രം പഠിച്ചാൽ ബോധ്യപ്പെടും ഖുർആൻ സത്യാണ്. മുത്തുനബിയെ പറ്റി പഠിച്ചാൽ മതി, അപ്പൊ ഖുർആൻ സത്യാണെന്ന് ബോധ്യപ്പെടും. അതിനാ നബി തങ്ങളെ പഠിക്കണം എന്ന് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ ഇമാമിങ്ങൾ എഴുതി വെച്ചു, ഒരു മുസ്ലിമിന്റെ മേൽ ഏറ്റവും ആദ്യം നിർബന്ധമായത് എന്താണ്? ഒരു മുസ്ലിമിന് ഏറ്റവും ആദ്യം നിർബന്ധമായത് എന്താണ്? മാതാപിതാക്കളുടെ മേൽ അവ്വലു മാ യജിബു അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളുടെ മേൽ ആദ്യമായി നിർബന്ധമാകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാടും പേരും കുടുംബവും വാപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും മുത്തുനബിയുടെ ബയോഡാറ്റ പഠിപ്പിക്കലാണ്. ഒരു മുസ്ലിമിന്റെ മേൽ ആദ്യത്തെ നിർബന്ധം തന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യമായി പഠിപ്പിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും വിലാസവും ഒക്കെയാണ് എന്ന് പഠിപ്പിക്കുന്നു. ഫത്ഹുൽ മുഈനിൽ മഖ്ദൂം തങ്ങൾ എഴുതി വെച്ചത് കാണാം. എന്തേ കാരണം? അള്ളാന്റെ റസൂലിനെ പഠിച്ചെങ്കിലേ ദീൻ സത്യാന്ന് ബോധ്യപ്പെടുള്ളൂ, ഖുർആൻ സത്യാന്ന് ബോധ്യപ്പെടും. ഖുർആനിൽ നിന്ന് തിരുനബിയിലേക്ക് എന്ന് പറയുന്നത് ശരിയാണ്, ഒരിക്കലും വിമർശിക്കുന്നില്ല ഖുർആനിൽ നിന്ന് തിരുനബിയിലേക്ക്. പക്ഷെ അതിന്റെ മുമ്പ് ഈ ഉമ്മത്ത് കണ്ടത് തിരുനബിയിൽ നിന്ന് ഖുർആനിലേക്കുള്ള വഴിയാണ്. സംശയിക്കണ്ട. ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇമാമിങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്ക്. ഇമാമിങ്ങൾ മുഴുവനും പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഇതിൽ ലയിച്ചു പോയത്. മറ്റൊരു ആശിഖുർ റസൂലായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ബാപ്പു ഉസ്താദ്. ബാപ്പു ഉസ്താദിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ ഒന്നാമത്തെ ഗേറ്റിൽ മുഹമ്മദ് എന്നും അകത്തേക്ക് കടന്നിട്ടുള്ള ഗേറ്റിൽ അള്ളാഹു എന്നും ഉല്ലേഖനം ചെയ്തു വെച്ചതാരോ കണ്ടപ്പോ ചോദിച്ചു ഉസ്താദിനോട്, ഉസ്താദെ, ആദ്യത്തെ കവാടത്തിൽ അള്ളാഹുവും ഉള്ളിലെ വാതിൽ മുഹമ്മദ് എന്നും വെച്ചാ പോരായിരുന്നോ?
അപ്പൊ ഉസ്താദ് അതിന് സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളതും. അള്ളാഹുവിൽ നിന്ന് റസൂലിലേക്കല്ല, റസൂലിൽ നിന്ന് അള്ളാഹുവിലേക്ക് എന്ന തത്വമാണ് ഞങ്ങൾ അംഗീകരിക്കാൻ കാരണം എന്ന് പറയാൻ കാരണം ഉസ്താദ് പറഞ്ഞ മറുപടിയാണ്. ഉസ്താദ് ചിരിച്ചുകൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞത്രേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെച്ചോ, അള്ളാഹ് മുഹമ്മദ് എന്ന് വെച്ചോ, ഞാൻ മുഹമ്മദ് അള്ളാഹ് എന്ന് വെക്കാൻ കാരണം എനിക്ക് ഈ അള്ളാഹിനെ പറ്റി പറഞ്ഞു തന്നത് മുഹമ്മദ് നബിയാണ്. എനിക്ക് അള്ളാഹിനെ പറ്റി പറഞ്ഞു തന്നത് മുഹമ്മദ് നബിയാണ്. നിങ്ങൾക്കത് വേറെ ആരോ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് പോയിക്കോ. എനിക്ക് അള്ളാഹ് മുഹമ്മദ് എന്നല്ല പറയാൻ എന്റെ മനസ്സിന് തോന്നുന്നത് മുഹമ്മദ് അള്ളാഹ് എന്നാ. എന്തേ കാരണം? മുഹമ്മദ് നബിയാണ് എനിക്ക് അള്ളാഹ് എന്ന മഹാശക്തിയെ പരിചയപ്പെടുത്തി തന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ സത്യമാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് മഹാന്മാരാണെന്ന് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹ് പറയുന്നുണ്ടെങ്കിൽ ആ മഹാന്മാര് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ സത്യമാണെന്നതിന് മഹാന്മാരാണ് തെളിവെങ്കിൽ ആ മഹാന്മാരിൽ ഏറ്റവും വലിയ മഹാൻ മുത്തുനബിയാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പാടിയത്. ഇത് മങ്കൂസ് മൗലിദിലെ വരികളൊക്കെ ഇങ്ങനെ പാടുമ്പോ ചിലർക്കൊരു വിഷമം തോന്നുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഒന്ന് കേട്ടു നോക്ക്. മഖ്ദൂം തങ്ങൾ പാടുന്നു, വജുഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി സ്വല്ലി. എന്തായി പറയുന്നത്? എപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിന്റെ ആശയങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? വജുഹുക്കൽ വല്ലാഹു ഹുജ്ജതുന, നബിയെ അങ്ങയുടെ പ്രശോഭിതമായ മുഖമാണ്, അങ്ങയുടെ പ്രശോഭിതമായ മുഖമാണ് എന്ന് പറഞ്ഞാൽ അങ്ങയെക്കുറിച്ചുള്ള മങ്ങാത്ത ഓർമ്മയാണ്. പ്രസരിപ്പോടെ അങ്ങയുടെ ആ ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുകയാണ് നബിയെ. അതാണ് ഹുജ്ജതുന, ഞങ്ങളുടെ ഏറ്റവും വലിയ തെളിവ്. അങ്ങയുടെ പൂമുഖമാണ് ഞങ്ങളുടെ തെളിവ്. യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി, ജനങ്ങൾ നാളെ പരലോകത്തേക്ക് വിവിധങ്ങളായ പ്രമാണങ്ങൾ വലിച്ചു വരുമ്പോൾ, തെളിവുകൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ഒന്നാമത്തെ തെളിവ് നബിയെ തങ്ങളാണ്. തങ്ങളാണ് നബിയെ ഞങ്ങളുടെ ഒന്നാമത്തെ തെളിവ്. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി, യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി. കാരണം അല്ലാഹു ഉണ്ടെന്ന് സഹാബത്തിന് ബോധ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടാ അല്ലേ? അബൂബക്കർ സിദ്ദീഖിന് പടച്ചോനെ ബോധ്യപ്പെട്ടത് എവിടുന്നാ? പറയണം മറുപടി. അബൂബക്കർ സിദ്ദീഖിന് പടച്ചോനെ സ്വയം ബോധ്യപ്പെട്ടതാണോ? അല്ല, നബി തങ്ങളിലൂടെ ബോധ്യപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഗാർ സൗറിലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയുമായി ഒളിച്ചിരിക്കുന്ന നേരം എല്ലാവർക്കും അറിയില്ലേ ഈ സംഭവം? ഞാൻ സംഭവം വലുതാക്കി പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട്. പാമ്പിന്റെ കടിയേറ്റതും സംഗതിയൊക്കെ നിങ്ങൾക്കറിയാം. ഏതായാലും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കലശലായ ദാഹം വന്നു. ദാഹം വന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞു, നബിയേ തങ്ങളെ തോളിലിട്ട് ആ മല മുഴുവനും കയറി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എനിക്കൊരു മുറുക്ക് വെള്ളം കിട്ടണം. എവിടെന്നാ കിട്ടുക? 6 സൗർ കയറിയവർ എന്റെ സദസ്സിലുണ്ടാകും. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, പഠിച്ചവനെ ആ കുന്നിന്റെ മുകളിൽ പോയിട്ട് വെള്ളം ചോദിച്ചാ എവിടെന്നാ കിട്ടുക? ഉറപ്പല്ലേ? നബി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പം അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി കേട്ടോ നിങ്ങൾ? സിദ്ദീഖേ ഇദ്ഹബ് ഇലാ സുദരിൽ ഗാർ, സിദ്ദീഖേ നീ ഗുഹാമുഖത്തേക്ക് ചെല്ല്, നീ ഗുഹാമുഖത്തേക്ക് ചെല്ല്, അവിടെ പോ, അവിടെയുണ്ട് വെള്ളം. നബിയെ ഈ മൊട്ടക്കുന്നിന്റെ മുകളിൽ മക്കത്ത് തന്നെ വെള്ളമല്ല, അങ്ങനെയല്ലേ? ആ മരുഭൂമിയിൽ എവിടെ വെള്ളം കിട്ടാനാണ്? സംസം കിണർ അവിടുത്തെ ഒരു അത്ഭുതമാണ്. ഏതാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, അതും ഇത്രയും ഉയർന്ന ഈ കുന്നിന്റെ മുകളിൽ എവിടുന്ന് വെള്ളം കിട്ടാനാ? ഗുഹാമുഖത്തേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞപ്പം അള്ളാന്റെ ഹബീബല്ലേ പറഞ്ഞത്? അള്ളാന്റെ ഹബീബല്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്ന സമയത്ത് ഗുഹയുടെ മുഖത്തേക്ക് ഇങ്ങ് വന്നപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു തോൽപാത്രത്തിൽ, ഒരു നൂലിൽ, ഒരു തോൽപാത്രത്തിൽ കെട്ടിയ ഒരു വെള്ളം
ഒരു വെള്ളപ്പാത്രം ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഞാനത് കണ്ടപ്പോ ഇങ്ങനെ പിടിച്ചു നോക്കി, നല്ല തണുത്ത വെള്ളമാണ്. ആ തോൽപാത്രത്തിന്റെ ഭാഗം ഞാൻ കടിച്ചു പൊട്ടിച്ചു. ഞാനത് കുടിച്ചു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല, ആ ദിവസം വരെ മാ ശരിബതു, എന്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല അത്യബ വല അഹ്ലാ മിൻ ദാലിക ശറാബ്, ആ വെള്ളത്തെക്കാൾ ടേസ്റ്റുള്ള ഒരു വെള്ളം, ആ വെള്ളത്തെക്കാൾ മധുരമുള്ള ഒരു വെള്ളം എന്റെ ജീവിതത്തിൽ മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ല, പിറകിലും കുടിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞപ്പോ ആ വെള്ളം ഞാൻ കുടിച്ചു. വന്നു നബി തങ്ങൾ ചോദിച്ചു, വെള്ളം കുടിച്ചോ സിദ്ദീഖേ? കിട്ടി നബിയേ, ജീവിതത്തിൽ ഇത്ര ടേസ്റ്റ് ഉള്ള വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. എവിടെന്നാ തങ്ങളെ ഈ വെള്ളം? ആരാണിത് തന്നത്? ഉടനെ തന്നെ മുത്തുനബി പറയാണ്, സഖാക്കല്ലാഹു മിൻ നഹിരിൽ ജന്ന, അല്ലാഹു നിനക്ക് സ്വർഗത്തിലെ നദിയിൽ നിന്ന് കുടിപ്പിച്ചതാ സിദ്ദീഖേ. ഇപ്പോൾ നീ കുടിച്ച വെള്ളമില്ലേ, അത് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു നിനക്ക് സമ്മാനിച്ചതാണ്. ഭൂമിയിൽ നിന്ന്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖാറ് സൗർ സ്ഥിതി ചെയ്യുന്ന മലയുടെ ആ മൊട്ടക്കുന്നിന്റെ മുകളിൽ വെച്ചിട്ട് അതാ സ്വർഗത്തിലെ പാനീയം വാങ്ങി കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അല്ലാഹ് ഉണ്ടെന്നതിന് തെളിവ് മുത്തുനബിയാണ്, പരലോകമുണ്ടെന്നതിന് തെളിവ് മുത്തുനബിയാണ്, സ്വർഗമുണ്ടെന്നതിന് തെളിവ് മുത്തുനബിയാണ്, സ്വർഗത്തിൽ ടേസ്റ്റുള്ള വെള്ളമുണ്ടെന്നതിന് തെളിവ് അല്ലാഹുവിന്റെ ഹബീബാണ്. അതാണ് ഹബീബിൽ നിന്ന് നേടിയത്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, മഹാന്മാർ സാക്ഷിയാണ്. ഇന്നഹു ലഖുർആനുൻ കരീം, ഖുർആൻ പറയുന്നത് സത്യമാണ്. ഇതിന് മഹാന്മാരാണ് സാക്ഷി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കണ്ടില്ലേ നിങ്ങൾ? അല്ലാഹനെ മനസ്സിലാക്കിയത് തിരുനബിയിലൂടെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സിദ്ദീഖിന്റെ മനസ്സ് ലോകത്തേതെങ്കിലും ഒരു മനുഷ്യന് ഇനി ഇളക്കാൻ പറ്റുമോ? അല്ലല്ല എന്ന് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കോ? ആ മൊട്ടക്കുന്നിന്ന് വെള്ളം കുടിച്ച സിദ്ദീഖ് ഇനി പടച്ചോനില്ല എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കോ? അതാണ് ഏറ്റവും വലിയ തെളിവ്. മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഹുദൈബിയ ദിവസത്തിൽ ജനങ്ങൾക്കൊക്കെ വലിയ ദാഹം വന്നു. അതിശന്നാസു യൗമൽ ഹുദൈബിയ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന യദൈഹി റിഖുവ, മുത്തുനബിയുടെ മുമ്പിൽ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ അല്പം വെള്ളവുമുണ്ട്. അള്ളാന്റെ റസൂല് അതിൽ നിന്ന് ഉദു എടുത്തപ്പം ജനങ്ങളൊക്കെ അങ്ങോട്ട് തള്ളി വന്നു. എന്നിട്ട് ചോദിച്ചു, നബിതങ്ങൾ ആകെ ഉള്ള ഒരു പാത്രം വെള്ളം, അതിൽ നിന്ന് നബിതങ്ങൾ ഉദു എടുക്കുമ്പോ ജനങ്ങളെല്ലാം കൂടെ അങ്ങോട്ടങ്ങ് കൂടി വന്നപ്പം നബിതങ്ങൾ ചോദിച്ചു, മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? എന്തേ നിങ്ങളൊക്കെ അങ്ങനെ വന്നു? അവര് പറഞ്ഞു, ലൈസ ഇൻദനാ മാഉൻ നതവല്ലഉ വലാ നശ്റബു, കുടിക്കാനോ ഉദു ചെയ്യാനോ ഞങ്ങളെ കയ്യിൽ വെള്ളമില്ലല്ലോ തങ്ങളെ. ഇല്ലാ മാ ബൈന യദൈക്, തങ്ങളെ മുമ്പിലുള്ള ആകെ ഈ ഒരു പാത്രമല്ലാതെ ഞങ്ങളെ മുമ്പിൽ വേറെ ഒരു വെള്ളവുമില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങ് വന്നതാണ്. ഞങ്ങൾക്കും കൂടെ ഈ വെള്ളം പറ്റുമോ? എത്രയോ ആളുകളുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ ഈ പാത്രത്തിലെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കരം, ആ വിരലുകൾ പരത്തി ആ ഉള്ളം കൈ പാത്രത്തിൽ അങ്ങ് വെച്ചപ്പം ഫജഅലൽ മാഉ യസൂറു ബൈന മിൻ ബൈനി അസ്വാബിഇഹി, മുത്തുനബിയുടെ വിരൽ ചാലുകളിൽ നിന്ന് വെള്ളം ഉറവയായി പ്രവഹിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിരൽ ചാലുകളിൽ നിന്ന് മിൻ ബൈനി അസ്വാബിഇഹി, മുത്തുനബിയുടെ വിരൽ ചാലുകളിൽ നിന്ന് വെള്ളങ്ങൾ ഇങ്ങനെ പൊട്ടിയൊഴുകുന്നു. ഉറവ കിണറ്റുന്നൊക്കെ ഉറവ ഒഴുകുന്നത് പോലെ നബിതങ്ങളുടെ ഈ കൈ പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രംഗമങ്ങ് കണ്ടു. കാംസാലിൽ നീരുറവകൾ പ്രവഹിക്കുന്നത് പോലെ
നീരുറവകൾ പ്രവഹിക്കുന്നത് പോലെ മുത്തുനബിയുടെ വിരൽ ചാലിൽ നിന്ന് വെള്ളം പൊട്ടി വരുന്നത് കണ്ടപ്പം ഫശരിബ്നാ, ഞങ്ങളൊക്കെ യഥേഷ്ടം കുടിച്ചു. വതവല്ലഇനാ, ഞങ്ങളൊക്കെ ഉദുവെടുത്തു. ഖുൽതു, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, കം കുൻതും, ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ജാബിർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് പറയാണ്, ഞാൻ ജാബിറിനോട് ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഹാല, അപ്പൊ ജാബിർ എന്നോട് പറഞ്ഞു, ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാനാ, ഞങ്ങൾ 100,000 പേരുണ്ടെങ്കിലും ആ ഒരു പാത്രത്തിലെ വെള്ളം ഞങ്ങൾക്ക് മതിയാകും, തികയും. ഞങ്ങൾ ഉണ്ടായിരുന്നത് സത്യത്തിൽ കുന്നാ 1500 പേരായിരുന്നു. ഞങ്ങൾ ഉണ്ടായിരുന്നത് 1500 പേരാ. പക്ഷേ 100,000 ആളുണ്ടെങ്കിലും ആ പാത്രത്തിലെ വെള്ളം ഞങ്ങൾക്ക് തികയും. അത്രയും വർദ്ധിച്ച തോതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നു. അത്ഭുതകരമായ രൂപത്തിൽ അതിനെ വർദ്ധിപ്പിച്ചു തന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂലേ? കാരണം അള്ളാഹ് അങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ, അല്ലേ? അല്ലേ ഇപ്പൊ ഈ പരിപാടി ഞാൻ പറയുന്ന അള്ളാഹ് സത്യാട്ടോ എന്ന് ശരിക്കും കാണിച്ചു കൊടുക്കല്ലേ? ഇത് ഈ അത്ഭുതത്തിലൂടെയാണ് അള്ളാഹു ഉണ്ടെന്ന് തെളിയിച്ചു കൊടുത്തത്. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഖുർആൻ വായിച്ചിട്ടാണോ? പറയണം മറുപടി. ഹദീസ് വായിച്ചിട്ടാണോ? അല്ല. മമ്പുറം തങ്ങളെ കണ്ടിട്ടാ പഴയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, അല്ലേ? മമ്പുറം തങ്ങളെ കണ്ടിട്ടാണ്. അവരെ തെളിവ് മമ്പുറം തങ്ങളായിരുന്നു. മമ്പുറം തങ്ങളെ അടുത്ത് വരികയാണ്, തങ്ങളെ ഒരു രോഗമുണ്ട്, എത്രയോ കാലായി കൊണ്ടുനടക്കുന്ന, സുഖാകുന്നില്ല, ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. മമ്പുറം തങ്ങൾ പറയാണ്, ഒരു ഓപ്പറേഷനും വേണ്ട, അത് അള്ളാഹു സുഖപ്പെടുത്തിയിരിക്കുന്നു, രോഗം സുഖപ്പെട്ടു. ആൾ ഉടനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇയാളെ മുമ്പിൽ അള്ളാഹ് സത്യം എന്നുള്ളതിന് തെളിവെന്താ? മമ്പുറത്തെ പാപ്പ സത്യം, അല്ലേ? അതാണ് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, മഹാന്മാരുടെ മഖബറകൾ സാക്ഷിയാണ്. ഇന്നഹു ലഖുർആനുൻ കരീം, ഖുർആൻ സത്യമാണ്. ഖുർആൻ സത്യാന്ന് മനസ്സിലാക്കിയത് മഹാന്മാരിലൂടെയാണ്. ഏത് കാലത്തും അങ്ങനെയാണ്. ഞാനിങ്ങനെ അവിടുത്തെ ഉദാഹരണം തന്നെ പറയുമ്പോൾ അത് ഇന്ന് ഇങ്ങോട്ടും ചേരുമെന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറഞ്ഞതാ മമ്പുറത്തേക്ക് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കൂ, നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വെള്ളം കൊടുത്തു. ആവശ്യമുള്ള സമയത്ത് വെള്ളം കൊടുക്കുക, എവിടുന്നും വെള്ളം കിട്ടാനില്ലാത്ത അത്ഭുതമായ മാർഗത്തിൽ. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങള് അന്ന് അള്ളാഹു സത്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു അനുഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂസ നബിയും ഇതിൽ പെടണമല്ലോ. ഈ പറഞ്ഞ മഹാന്മാരുടെ കൂട്ടത്തിൽ മൂസ നബിയും പെടൂലേ? വഔഹൈനാ ഇലാ മൂസ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് മരുഭൂമിയിൽ നിന്ന് തൊണ്ട വരണ്ട് തന്നോട് വെള്ളം ആവശ്യപ്പെടുമ്പോൾ മൂസ നബിയിലേക്ക് നമ്മൾ വഹയി നൽകി. അള്ളാഹു പറയാ, നമ്മൾ വഹയി നൽകി. ഞാൻ സത്യാണെന്ന് മൂസ നബിയിലൂടെ ഞാൻ തെളിയിച്ചു കൊടുത്തു. എങ്ങനെ? അനിദ്രിബ് ബിഅസാക്കൽ ഹജർ, മൂസ നബിയെ നിങ്ങളെ കയ്യിലുള്ള അത്ഭുത സിദ്ധിയുള്ള ആ വടിയില്ലേ, ആ വടി കൊണ്ട് നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള പാറയിൽ ഒരു അടി കൊടുക്കൂ. മരുഭൂമിയിലെ പാറപ്പുറത്ത് ഒരു അടി അടിക്കാൻ. അപ്പോൾ 12 നീർച്ചാലുകൾ അതിൽ നിന്ന് പൊട്ടിയൊഴുകയും. 12 നീർച്ചാലുകൾ. കയ്യിലുള്ള വടിയുണ്ട്, ജസ്റ്റ് ഒരു അടി കൊടുത്തപ്പോ ഒറ്റ അടിക്ക് 12 നീർച്ചാലുകൾ. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ബനു ഇസ്രായേലിയർ 12 കുടുംബങ്ങളായിരുന്നു. ഓരോ കുടുംബത്തിനും കുടിക്കാൻ ഓരോ നീർച്ചാൽ ഒരുക്കി കൊടുത്തു. ഇതാ നിങ്ങളെ തോട് ഇതാണ്, നിങ്ങൾക്കുള്ള തോട് ഇതാണ്, നിങ്ങൾ ഇതിൽ നിന്ന് വെള്ളം എടുക്കുക, വെള്ളത്തിന്റെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലരുത്. ബഹുമാനപ്പെട്ടവർ പരിഹാരം ഉണ്ടാക്കി. വവല്ലൽനാ അലൈഹിമുൽ ഗമാം, വെയിലിനെ പറ്റി പരാതി പറഞ്ഞപ്പം നമ്മൾ ബനു ഇസ്രായേലിയർക്ക് മരുഭൂമിയിൽ വെച്ച് മേഘം കൊണ്ട് തണല് വിരിച്ചു കൊടുത്തു. മുത്തനബിക്ക് അള്ളാഹു വിരിച്ചു കൊടുത്തതുപോലെ അള്ളാഹു സത്യാണെന്ന് തെളിയിച്ചു കൊടുക്കുക മൂസനബി അലൈഹി ഇസ്ലാമിലൂടെ. മൂസനബി അലൈഹി ഇസ്ലാമിലൂടെ. പക്ഷേ അതിലും വലിയ തെളിയിക്കലാ മുത്തുനബിയിലൂടെ തെളിയിച്ചതല്ലേ. മൂസനബി അലൈഹി ഇസ്ലാം എന്താ ചെയ്തത്? പാറക്കടിച്ചിട്ട് വെള്ളം എടുത്തു. ഇവിടെ ഏറ്റവും വലിയൊരു അത്ഭുതം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അള്ളാഹു റാസി ഇമാമിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ അള്ളാഹു കബൂലാക്കട്ടെ. റാസി ഇമാം പറയാണ്, മൂസനബി അള്ളാഹിനെ തെളിയിച്ചു കൊടുത്തത് പാറപ്പുറത്ത് അടിച്ചിട്ട് വെള്ളം എടുത്തിട്ടാ. ഒരടിക്ക് പാറ പൊട്ടുക, അതും 12 പൊട്ടുക.
ഈ പറയുന്ന 6 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ കുടിക്കാനുള്ള വെള്ളം മരുഭൂമിയിലെ 6 ലക്ഷത്തോളം ആളുകൾ, കുറച്ചൊന്നുമല്ല മുസനബിയുടെ കൂടെയുള്ള ആളുകൾ. ഇവർക്കൊക്കെ കുടിക്കാനുള്ള വെള്ളം ഇവർക്കൊക്കെ തികയുന്ന രൂപത്തിൽ കുടിക്കാനുള്ള വെള്ളം, അലക്കാനുള്ള വെള്ളമൊക്കെ അതിൽ ഉണ്ടായി കിട്ടുക എന്നൊക്കെ പറഞ്ഞത് അത്ഭുതം തന്നെയാണ്. പക്ഷേ പാറ പൊട്ടിയാൽ പാറക്കകത്ത് വെള്ളം ഉണ്ടാവുക എന്നത് ഒരസംഭവ്യമായ കേസല്ല. നമ്മളെ വീട്ടുമുറ്റത്ത് നാം കുഴിച്ച കിണറ്, ആ കിണറിൽ പാറ കണ്ടാ നിർത്തിവെക്കൂല അല്ലേ? 2 തോട്ടയൊക്കെ പൊട്ടിച്ചു നോക്കും, വെടിയൊക്കെ വെച്ചു നോക്കും, കിട്ടുമോ വെള്ളം? ചിലപ്പോ വിജയിക്കും, ചിലപ്പോ വിജയിക്കാതെ പോകും. വിജയിക്കുന്നില്ലെങ്കിൽ കുഴലടിച്ചു നോക്കും, വിജയിക്കും, വെള്ളം കിട്ടും. അപ്പോഴും വിജയിക്കാതെ തോറ്റുപോകുന്ന സമയമുണ്ട്. ഏതായാലും പാറയുടെ ഉള്ളിൽ വെള്ളമുണ്ടാവൽ സ്വാഭാവികമായി നമ്മൾ കാണുന്നതാണ്. അപ്പൊ അടിച്ചതും പൊട്ടിയതും ഒക്കെ അസാധാരണ രൂപത്തിലാണെങ്കിലും പാറക്കുള്ളിൽ വെള്ളം ഉണ്ടാവുക എന്നുള്ളത് ഒരു അസംഭവ്യ കേസല്ല, അതൊരു വിദൂരമായ കേസല്ല. അതേസമയം സയ്യിദുനാ റസൂലുള്ളാഹി കുടിക്കാനുള്ള വെള്ളം സഹാബത്തിന് കൊടുത്തത് പാറ പൊട്ടിച്ചല്ല, തന്റെ വിരൽച്ചാലുകൾ പൊട്ടിച്ചാണ് മുത്തുനബി കൊടുത്തത്. ഇതിൽ നിന്ന് വെള്ളം ഒഴുകുക എന്നത് അത്ഭുതമാണ്. ഇത് പൊട്ടിയാലും പുറത്തേക്ക് പ്രവഹിക്കേണ്ടത്, ഒന്ന് പൊട്ടിച്ചു നോക്ക് എന്താ വരിക എന്നപ്പോ കാണാം അല്ലെ? ഇത് പൊട്ടിയാ വരേണ്ടത് ചോരയാ. പൊട്ടുന്നതൊരു അത്ഭുതം നോക്കുക, പൊട്ടിയാ വരേണ്ടത് ചോരയാ. പക്ഷെ ഇതിൽ നിന്ന് ശുദ്ധജലം പ്രവഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമല്ലേ? ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ കൗസറിന്റെ തഫ്സീറിൽ പറയുന്നു, ഇന്ന അഅ്തൈനാക്കൽ കൗസർ, നബിയെ ഒരാൾക്കും കൊടുക്കാത്ത മുഅ്ജിസത്താ തങ്ങൾക്ക് നമ്മൾ തന്നത്. അത് തെളിയിക്കാൻ വേണ്ടി ഈ സംഭവം പറയുന്നു. മൂസ നബി അലൈഹി സ്വലാം പാറ പൊട്ടിച്ചാ വെള്ളം കൊടുത്തതെങ്കിൽ മുത്തുനബി വിരൽച്ചാലിൽ നിന്നാണ് വെള്ളം കൊടുത്തത്. വിരൽച്ചാലിൽ നിന്നാണ് മുത്തുനബി വെള്ളം കൊടുത്തത്. നിഷേധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇതൊക്കെ സഹീഹായ ഹദീസല്ലേ? ഞാൻ ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഉള്ളതാണോ? ഞാൻ പ്രമാണങ്ങളൊന്നും പറഞ്ഞില്ല. നബി തങ്ങളുടെ വിരൽ പൊട്ടി എന്ന് പറഞ്ഞത് എവിടെയാണുള്ളത്? സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് എപ്പോഴും ചോദിക്കുമല്ലോ, ആ ബുഖാരിയിലുള്ളതാണ്. സൂറത്തുൽ അറാഫിലെ ആയത്താണ് മൂസ നബി അലൈഹിസ്സലാം പാറ പൊട്ടിച്ച് വെള്ളം കൊടുത്തത്. ഒരേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ അല്ലാഹു സത്യമാണെന്ന് തെളിഞ്ഞത് നമ്മൾ കേട്ടു. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നൈൽ നദി നിശ്ചലമായി. ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ തഫ്സീറിൽ എഴുതുന്നു, മിസ്റിലെ നൈൽ നദി കാന ഫിൽ ജാഹിലിയ്യത്തി യഖിഫു ഫീ കുല്ലി സനത്തിൻ മറത്തൻ വാഹിദ, എല്ലാ കൊല്ലവും ഒരു തവണ അത് നിലക്കും, അതിന്റെ ഒഴുക്ക് നിലക്കും. നൈൽ നദിയുടെ ഒഴുക്ക് നിലക്കും, വെള്ളം ഒഴുകൂല. വകാന ലാ യജ്രി, വെള്ളം ഒഴുകൂലായിരുന്നു, ആ പുഴ ഒഴുകിപ്പോകൂല. ഹത്താ യുൽഖാ ഫീഹി ജാരിയത്തുൻ വാഹിദത്തുൻ ഹസന, നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുത്താലല്ലാതെ, ഈ കടലിലേക്ക് പിടിച്ച് കൊന്നിട്ടാലല്ലാതെ കടൽ ഒഴുകൂലായിരുന്നു. ഇവരൊരു അന്ധവിശ്വാസമായിരുന്നു, ഇങ്ങനെ ചെയ്ത കടൽ ഒഴുകുന്നു, അങ്ങനെ ചെയ്തിട്ടായിരുന്നു അവർ കടൽ ഒഴുകുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ എല്ലാ കൊല്ലവും വരൾച്ച ഉണ്ടാകുമ്പോ ആ നാട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സുന്ദരി കൊല്ലപ്പെടും. ഇങ്ങനെ ഒരു തെറ്റായ ഒരാചാരം അവർക്കിടയിൽ നിലനിന്നിരുന്നു. അവിടെയാണ് മിസ്റിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണം എത്തുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്താണല്ലോ ഇസ്ലാം അങ്ങനെ വ്യാപിച്ചു പോയത്. മുത്തുനബി നേരത്തെ പറഞ്ഞത് അങ്ങളെ കാലത്താണ് അത് വ്യാപിക്കുക. അതങ്ങനെ തന്നെ നടന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയാണ് അവിടുത്തെ ഗവർണറായി വിട്ടത് ആ രാജ്യത്തേക്ക്. അദ്ദേഹം ഒരു കത്തെഴുതി, ഇവിടെ അങ്ങനെ ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട്, സയ്യിദുനാ ഉമർ അമീറുൽ മുഅ്മിനീൻ, ഈ രാജ്യത്ത് നൈൽ നദിയുടെ ഒഴുക്ക് എല്ലാ കൊല്ലവും ഒരു തവണ നിലക്കും, നിലച്ചാൽ ഒരു സുന്ദരി കൊല്ലപ്പെടും. ആ സുന്ദരിയെ നൈൽ നദിക്ക് ബലി കൊടുക്കുമ്പോഴാണ് നൈൽ നദി ഒഴുകുക എന്നാണ് ഇവരുടെ വിശ്വാസം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ കത്തെഴുതി, തിരിച്ചെഴുതി, മഹാനവറുകൾക്ക് തിരിച്ചെഴുതി, ദാ ഞാനൊരു എഴുത്ത് കൊടുത്തയക്കുന്നു, ഈ എഴുത്ത് നിങ്ങൾ എന്താ വേണ്ടതെങ്കിൽ ഇതുകൊണ്ട് ചെയ്യണം, ഞാൻ പറയും പോലെ നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു ഒരു മൺകട്ടയെടുത്തിട്ട് ഓടിന്റെ കഷ്ണം എടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അതിലിങ്ങനെ എഴുതി, അയ്യുഹന്നീൽ,
ഓ നൈൽ നദിയെ എഴുതുകയാണ്. അയ്യുഹന്നീൽ അറബിയിൽ എഴുതുകയാണ്. ഓ നൈൽ നദിയെ ഇൻ കുന്ത തജ്രി ബി അംരില്ലാ, അള്ളാഹുവിന്റെ ഓർഡറോട് കൂടിയാണ് നീ ഒഴുകുന്നതെങ്കിൽ, അള്ളാഹുവാണ് നിന്നെ ഒഴുക്കുന്നതെങ്കിൽ, നദികളെ ഒഴുക്കുന്നത് റബ്ബാണെന്നാണ് എന്റെ വിശ്വാസം. അള്ളാഹുവാണ് നിന്നെ ഒഴുക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനയോടെയാണ് നീ ഒഴുകുന്നതെങ്കിൽ ഫജ്രി, നിന്റെ ഒഴുക്ക് നിലക്കരുത്, തുടർന്നൊഴുകണം. വഇൻ കുന്ത തജ്രി ബി അംരിക്, നീ നിന്റെ ഇഷ്ടത്തിനും നിന്റെ താല്പര്യത്തിനും അനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ ഫലാ ഹാജത ബിനാ ഇലൈക്, ഞങ്ങൾക്ക് നീ ഒഴുകിക്കൊള്ളണം എന്നുള്ള ആവശ്യവുമില്ല. ഞങ്ങൾക്ക് റബ്ബ് ഒഴുക്കുന്ന നദിയാണെങ്കിൽ മാത്രം ഒഴുകിയാൽ മതി. ഒരു കോട്ടും കഷ്ണത്തിൽ ഇതിങ്ങനെ എഴുതിയിട്ട് അംർ ഇബ്നുൽ ആസിക്ക് കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് കടൽ കണ്ടിട്ടാളാം ബിസ്മിയല്ലിട്ട് എന്താ നൈൽ നദിക്കിടാൻ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സഹാബത്ത് മുഴുവനും വരുന്നു. എന്നിട്ട് അവർ കൊണ്ടുവന്നിട്ട് ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി അത്ഭുതം കാണിക്കാൻ നൈൽ നദിയിലേക്ക് ഫൗലഖിയത്ത് തിൽക്കൽ ഖസഫത്തു ഫിന്നീൽ ഫജറാ വലം യഖിഫ് ബഅദ ദാലിക. ആ ഓട്ടിൻ കഷ്ണം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറുക്കെഴുതിയ ഓട്ടും കണ്ടം അല്ലേ. ആ ഉറുക്ക് ഈ ബഹറിലേക്ക് അങ്ങ് എറിഞ്ഞോടം മുതൽ അതങ്ങ് ഒഴുകാൻ തുടങ്ങി. വലം യഖിഫ് ബഅദ ദാലിക, അതിന്റെ ശേഷം ഒരു കൊല്ലവും നൈൽ നദിയുടെ ഒഴുക്ക് നിലച്ചിട്ടില്ല. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു എന്തേ കാണിച്ചത്? അള്ളാഹു സത്യാണ്, അതിനും മാത്രം വകുപ്പുണ്ട്. എന്താ പറഞ്ഞത്? പടച്ചോനാണ് നിന്നെ ഒഴുക്കുന്നതെങ്കിൽ ഒഴുകണം, റബ്ബിനെ വിചാരിച്ചൊഴുകണം. റബ്ബല്ല നീ സ്വന്തത്തിന് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരെങ്കിലും ഒക്കെ കൊന്നിട്ട് തരുമ്പോ നിനക്ക് പൊരുത്താവും സന്തോഷാവും അങ്ങനെ ഒഴുകുകയാണെന്നാണെങ്കിൽ ഈ ഒഴുകിക്കോളെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. അള്ളാഹു എന്നത് സത്യമാണെങ്കിൽ ഒഴുകണം. അതുകൊണ്ട് ഒഴുകി അള്ളാഹ് സത്യമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം ഇന്നഹു ലഖുർആനുൻ കരീം. മഹാന്മാരാണ് തെളിവ്. ഖുർആൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നതിന് മഹാന്മാരാണ് തെളിവ്. എത്ര സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ തീരൂല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നീണ്ടു പോകും. ബഹുമാനപ്പെട്ട ശുറഹ്ബീൽ ഇബ്നു മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശേഷം അതാ കള്ളപ്രവാചകത്വം ബാധിച്ച കുറെ കള്ളപ്രവാചകന്മാര്, അക്കൂട്ടത്തിൽപ്പെട്ടയാളാണ് അസ്വദുൽ അൻസി. അയാള് കള്ളപ്രവാചകത്വം ബാധിച്ചപ്പം അബൂ മുസ്ലിമുൽ ഖവലാനി തങ്ങളും നീ നബിയല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. അല്ല, ഞാൻ നബിയാണെന്ന് പറഞ്ഞു. അബൂ മുസ്ലിമുൽ ഖവലാനി തങ്ങളെ ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത്, ബഹുമാനപ്പെട്ടവരെ ഈ പഹയന്റെ അസ്വദുൽ അൻസിയുടെ ചാരത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അസ്വദുൽ അൻസി ചോദിച്ചു, അത്ശഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിശ്വസിച്ചു. ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കള്ളപ്രവാചകൻ അസ്വദ് ചോദിക്കുക. അപ്പം ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖവലാനി തങ്ങള് അതിന് മറുപടി പറഞ്ഞു, എന്ത്? ഇല്ലാന്നല്ല, ഞാൻ കേൾക്കുന്നില്ല, എന്താ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചു. അങ്ങനെ ചെവി പിടിച്ചിട്ട് എന്താ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചു. ഞാൻ എന്താ വിഷയം കൃത്യമായിട്ട് കേൾക്കുന്നില്ല, തിരിച്ചു പറയൂ, ഞാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, തശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ് എന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ഇയാൾ ചോദിച്ചത് എന്താ, ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഇയാൾ അഭിനയിച്ചു. അബൂ മുസ്ലിം ഖവലാനി ചെവി കേൾക്കാത്തവനെ പോലെ, മാസ്മൾ എന്താ പറയുന്നത്, ഞാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ് എന്നാണ് ഇയാൾക്ക് ചെവി കേൾക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ മറ്റേയാള്. തശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഖാല നഅം. അപ്പൊ പറഞ്ഞു, അതെ അള്ളാന്റെ മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അയാൾ വീണ്ടും ചോദിച്ചു, തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? അപ്പോഴും ഇയാൾ എന്ത് ചെയ്തു, മാസ്മൾ, നിങ്ങൾ പറയുന്ന എന്താ തിരിഞ്ഞെങ്കിലല്ലേ മറുപടി പറയാം, എന്താ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചു. ചോദിച്ചു, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴേക്ക് ഇയാൾ ചാടി എഴുന്നേറ്റ് പറയാണ്, ഓ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ ചോദിച്ചു, തസ്മഉ വലാ തസ്മഉ, അത് ശരി, അത് കേൾക്കുന്നുണ്ട്, ഇത് കേൾക്കണില്ലല്ലേ, ഇപ്പൊ സോക്കടെന്താ തിരിഞ്ഞിട്ടുണ്ട്.
ഒന്ന് ഈ കേൾക്കുന്നുണ്ട്, ഒന്ന് നീ കേൾക്കുന്നില്ല. അപ്പൊ സോക്കേട് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നും വേണ്ട, അടുപ്പ് റെഡിയാണോ എന്ന് ചോദിച്ചു. ഇയാളെ കൊണ്ട് വിശ്വസിക്കാത്ത ആളെ അടുപ്പുകാണ് പിടിച്ചിടല. അടുപ്പ് റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അടുപ്പ് റെഡിയാണ്, കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞു ഇവനെ കൊണ്ടുപോയി അടുപ്പൊക്കെ ഇട്ടാളാണ്. ആരെയാണിത്? അബൂ മുസ്ലിമിനുൽ ഖവലാനി റളിയല്ലാഹു. സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കാണാം. അബൂ മുസ്ലിമുൽ ഖവലാനിയെ കൊണ്ടുപോയി അതിലേക്ക് അങ്ങെറിഞ്ഞപ്പോൾ ഫലം തമുറ, രോമം പോലും കരിഞ്ഞില്ല. ആ തീ കൊണ്ട് അബൂ മുസ്ലിമുൽ ഖവലാനിക്ക് ഒരു വിഷമം ഉണ്ടായില്ല. അബൂ മുസ്ലിമുൽ ഖവലാനി ആ തീയിൽ കിടന്നിട്ട് ഡാൻസ് എടുക്കുക, ഒരു പ്രശ്നവുമില്ല. നൃത്തം ചവിട്ടുകയാണ്, ഒരു പ്രയാസമില്ല. അദ്ദേഹം ഇങ്ങനെ ചാടിക്കളിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ വിളിച്ചു പറയുന്നു. അപ്പോഴാണ് അസ്വദുൽ അൻസിയോട് ആളുകൾ പറഞ്ഞത്, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇല്ലം തൻഫി ഹാദാ അൻക ഫസദ അലൈക മനിത്തബഅക ഫഅമറഹു ബിർറഹീൽ. സംഗതി വെളുക്കാൻ തേച്ചത് പാണ്ടായിട്ടുണ്ട്. നമ്മളെന്താ ചെയ്തത്? നിങ്ങളെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ശക്തമായി ഇവനെ കൊന്നുകളയാൻ തീയിലിട്ടാ കത്താത്ത മനുഷ്യന്മാരുണ്ടോ? ഇയാളെ രോമം പോലും കരിഞ്ഞിട്ടില്ല, തീയിലാണ് ഇയാൾ ഈ ചാടിക്കളിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വലിയ കറാമത്ത് കാണിച്ച അബൂ മുസ്ലിമിനുൽ ഖവലാനി അല്ലാഹു സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്, മുഹമ്മദ് നബി സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഖുർആൻ, നബി തങ്ങളുടെ അന്ത്യപ്രവാചകത്വം പ്രഖ്യാപിച്ച ഖുർആൻ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിലനിൽപ്പ് വേണോ? ഇയാൾ ഇവിടെ ഉള്ള കാലത്തോളം ഇനി നിങ്ങൾ പ്രവാചകനാന്ന് ആരും അംഗീകരിക്കൂല. ഇനി വല്ലവരും അംഗീകരിക്കുകയാണെങ്കിൽ ഇയാൾ നബിയാന്നേ പറയുള്ളൂ. ആരെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ ഇയാൾ നബിയാന്ന് പറഞ്ഞ ആളുണ്ടാവും അപ്പം. പക്ഷെ നിങ്ങളൊപ്പം ഇനി ആളുണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇയാളെ ഉടനെ നാട് കടത്തണം, അല്ലെങ്കിൽ ആകെ വഷളാവൂട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് തോന്നി ഇതൊരു കാര്യമാണ്. അസ്വദുൽ അൻസി പറഞ്ഞു, അവിടെ നിന്ന് വിളിച്ചു, ഇനി എന്തായാലും ഇപ്പൊ തീരിട്ടിട്ട് കരിയാത്തൊരു മനുഷ്യനെ ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ, തോറ്റു. അസ്വദുൽ അൻസി ചോദിച്ചു, മോനെ ഈ നാട്ടിൽ നിന്ന് ചെന്ന് പോയി തരാൻ വല്ലതും വേണോന്ന് വെച്ചു. ഓ അങ്ങനെ നിങ്ങൾ തോറ്റല്ലോ അല്ലെ, ഞാൻ പറയുന്ന മുദ്രാവാക്യം സത്യമാണെന്ന് ഈ കാണുന്ന ജനങ്ങളുടെ മുമ്പിലൊക്കെ ഞാൻ തെളിയിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ എന്നോട് നാട് കടക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോയിക്കോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്റെ ഹബീബിന്റെ മദീനയിലേക്ക് പോകുകയാണ്. ഇറങ്ങി അബൂ മുസ്ലിമിനുൽ ഖവലാനി ഇറങ്ങി അങ്ങ് നടന്നു. ഖദിമൽ മദീന, മദീനത്തേക്ക് എത്തിയപ്പോഴേക്ക് വഖദ് ഖുബിലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്ത് തന്നെയായിരുന്നു ഈ പ്രവാചകവാദികളൊക്കെ വന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷമല്ല. ഇയാൾ മദീനയിൽ എത്തിയപ്പോഴേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വസ്തഖലഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി ഭരണം ഏറ്റെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇയാൾ മദീനത്തേക്ക് എത്തിയത്. ദിവസങ്ങളോളം യാത്ര ചെയ്തെത്തുകയാണ്. എത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇവരൊക്കെ ഇരിക്കുന്ന പള്ളിയിൽ ഇദ്ദേഹവും ചെന്നു നിന്നപ്പം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആര്? ഒരപരിചിതൻ പള്ളിയിൽ കാണുന്നു. ഇന്നത്തെ പോലെ ആളുകൾ ഇങ്ങനെ തടിച്ചു വരുന്ന കാലല്ലല്ലോ. ഇന്നിപ്പോ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും, തീർത്ഥാടകര്. എന്നാൽ അന്ന് അത്രത്തോളം അല്ലല്ലോ. ഒരപരിചിതൻ അങ്ങനെ കണ്ടപ്പോ ഇയാൾ ഒരു വിദേശിയാണല്ലോ, ഇയാൾ എവിടുത്തുകാരനാണ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം നാട് പറഞ്ഞു. അദ്ദേഹം അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു തന്റെ നാട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സംഭവം കാട്ടുതീ പോലെ പടർന്നിട്ടുണ്ട് ഇങ്ങോട്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരാളെ തീയിലിട്ടിട്ട്, അസ്വദുൽ അൻസിയുടെ നാട്ടിൽ ഇങ്ങനെ ഒരാളെ തീയിലിട്ടിട്ട് പോലും കരിഞ്ഞില്ല. അള്ളാന്റെ റസൂലിന്റെ സിസാലത്തും പടച്ചോന്റെ തൗഹീദും ഒക്കെ അവിടെ ബോധ്യപ്പെടുത്തി വലിയ കറാമത്ത് കാണിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ സയ്യിദുനാ ഉമർ ചോദിച്ചു. എന്താ ചോദിച്ചത്? ആ അബൂ മുസ്ലിമിനുൽ ഖവലാനി എന്ന് പറയുന്ന ഒരാളെ തീയിൽ പിടിച്ചിട്ടു, എന്നിട്ട് കത്തിയിലാണൊരു വാർത്ത അങ്ങോട്ട് കേട്ടിട്ടുണ്ട് നിങ്ങളെ നാട്ടിൽ നിന്ന്, അത് ശരിയാണോ എന്ന് വെച്ചു. മഹാനവറുകൾ വളരെ കൂളായിട്ട് മഹാനവറുകൾ പറഞ്ഞു, അത് ശരിയാണ്, അത് സത്യമാണ്, അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. പിന്നെ കൂടുതൽ വർത്താനൊന്നുമില്ല, ഇമ്മ നിർത്തി. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കണ്ടുവന്ന ഒരാളാണെങ്കിൽ, ഒരു മുസ്ലിമായ മനുഷ്യ, അതിന്റെ എല്ലാ വിവരണവും നടത്തൂലേ? അതിന്റെ മൊത്തം സംഗതി നമ്മളത് കണ്ടേച്ചെങ്കിൽ അതിന്റെ എല്ലാം ഒന്നും കൂടെ ഉഷാറാക്കിയിട്ട് പൊടിപ്പൊന്നെങ്കിലും വെച്ച് അത് അവതരിപ്പിക്കൂലേ? ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തി.
അപ്പൊ ഉമർ റളിയല്ലാഹുവിന് ഇങ്ങനെ തോന്നി, കക്ഷി ഇത് തന്നെയാണോ? കാരണം മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോഴേ. അപ്പൊ ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, ആ വ്യക്തി നിങ്ങളാണോ? അപ്പൊ പിന്നെ പറയാൻ നിർബന്ധിതനായി അബൂ മുസ്ലിം അൽ ഖബരാനി പറഞ്ഞു, ഞാനാണ് ആള്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ മുന്നോട്ട് വന്നു. സ്വഹാബത്തിന്റെ മൊത്തം സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് കയറിങ്ങ് വന്നിട്ട് അദ്ദേഹത്തിന്റെ 2 കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു, നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലം യുമിത്നി ഹത്താ അറാനി ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വനഅ ബിഹി കമാ സ്വനഅ ബി ഇബ്രാഹീമ ഖലീലിർ റഹ്മാൻ. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്ന് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്കുണ്ടായ അനുഭവം അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയെ കാണിക്കുന്നത് വരെ എന്നെ മരിപ്പിക്കാത്ത റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് കറാമത്തായി കൊടുത്തു. ആ മനുഷ്യനെ കണ്ടിട്ടാണല്ലോ നീ എന്നെ മരിപ്പിക്കുന്നത്. അയാളെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ മുസ്ലിമിനുൽ ഖബലാനി ആ നാട്ടുകാരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്ത് ബോധ്യപ്പെടുത്തി കൊടുത്തു? മഹാന്മാരാണ്, ഖുർആൻ ശരിയാണെന്നത് ബോധ്യപ്പെടുത്തേണ്ടത്, ദീൻ സത്യമാണെന്നതിന്റെ തെളിവ് മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ബീവി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ പറഞ്ഞാ തീരൂല. ഞാൻ ഭയപ്പെടുന്നത് ഇതിങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴേക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ സമയം കഴിഞ്ഞു പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം പോലെ മഹാന്മാർ സാക്ഷിയാണ്, ഖുർആൻ സത്യ എന്ന് പറഞ്ഞാൽ ശരിക്ക് പറയാൻ കഴിയും. എവിടുന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് തുടങ്ങിയ മമ്പറന്തങ്ങൾ വരെ, നമ്മളെ ഇടയിലുള്ള സാലിഹ്യങ്ങൾ വരെ, ഞാൻ പറയുന്നു എന്തിനധികം ഉള്ളാളം തങ്ങളിൽ വരെ അത് എത്തി നിൽക്കും. അത്രയും വലിയ കറാമത്തുകൾ അവരൊക്കെ കാണിച്ചു തന്നു. പറയുന്നത് സത്യാണ്, ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം സത്യാണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ഇഷ്ടം പോലെ പറയാനുണ്ട്. പക്ഷേ ആധികാരികമായി പഴയകാല ആളുകളെ പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വിശ്വസിക്കാൻ പറ്റും എന്നതുകൊണ്ടാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഒരു രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരത്തിൽ ഏർപ്പെട്ടപ്പോ, നീണ്ട് നിസ്കരിക്കല്ലേ, നമ്മൾ നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത്, നമ്മളെ കൂട്ടത്തിൽ നിസ്കരിക്കണോ 2 റക്അത്തിലൊക്കെ ഇരിക്കുള്ളൂ. അതൊന്നുമല്ല, നീണ്ട മണിക്കൂറുകളുള്ള നിസ്കാരാണ്. അപ്പൊ ആ മണിക്കൂറുകളുള്ള നിസ്കാരത്തില് ആ സമയം നോക്കിയിട്ട്, ആ തക്കം നോക്കിയിട്ട് ഒരാള് ഒരു കള്ളം വീട്ടിൽ കയറി. റാബിയത്തുൽ അദവിയ്യയുടെ ആ കള്ളം റാബിയത്തുൽ അദവിയ്യന്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തു. ഫദഖല സാരിഖു ദാറഹ വഅഖദ സിയാബഹ, വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് കട്ടുകൊണ്ടുപോവുക. എന്നിട്ട് ഇയാള് വീട്ടിൽ നിന്ന് എങ്ങനെ നടന്നാലും വാതിൽക്കൊക്കെ വഴി കിട്ടൂല, ചുമരുമ ചെന്ന് ഇങ്ങനെ മുട്ടു. എങ്ങനെ നടന്നാലും വാതിലെവിടെ, ഇങ്ങോട്ട് വന്ന് കടന്ന വാതിലെവിടെ എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല, ഒരു പിടുത്തവും കിട്ടുന്നില്ല. കസദൽ ബാബ പല മെഹ്തദീലൽ ബാബ്, വാതിലിന്റെ അടുത്തേക്ക് പോയിട്ട് വാതിലിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. അപ്പൊ അവനിങ്ങനെ തോന്നി, ഇത്രയും വലിയ ഒരു ബീവിയുടെ വസ്ത്രം മോഷ്ടിച്ചതിന്റെ ഗുരുത്തക്കേടാണോ എന്നറിയില്ല, ഇതൊന്നും ഇവിടെ വെച്ച് പോയി നോക്കുക. അങ്ങനെ മൂപ്പര് അതൊരു ഭാഗത്ത് വെച്ചിട്ട് മൂപ്പര് നടന്നപ്പോ സുഖമായിട്ട് വാതിലിന്റെ അടുത്ത് കടത്തി. അപ്പൊ അയാൾക്ക് തോന്നി അത് വഴി വേണ്ടതുപോലെ റെഡി അല്ലാത്തതുകൊണ്ട് ഒന്നും കൂടെ പോയിട്ട് ഞാൻ അത് എടുക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് വസ്ത്രമൊക്കെ എടുത്തിട്ട് വീണ്ടും വന്നപ്പോ പിന്നെ ഈ കളി തന്നെ, ചുറ്റിക്കളിക്കുക, വാതിലിന്റെ അടുത്ത് കിടത്തൂല എങ്ങനെ വന്നാലും. അവസാനം ഇയാൾ ഇനി എന്താ ചെയ്യാന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. വെക്കും എടുക്കും. അങ്ങനെ ചെയ്തപ്പം 3ാമത്തെ വട്ടം ഫനൂദിയ മിൻ സാവിയത്തിൽ ബൈത്ത്, വീട്ടിന്റെ മൂലേന്ന് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. റാബിയത്തുൽ അദവിയ്യല്ല, ഒരു അശരീരി. ഇയാൾ കേൾക്കുകയാണ്. എന്ത്? ലൈൽ ഖുമാസ്, മുണ്ട് വെക്കേണ്ടടുത്ത് അവിടെ വെച്ചാളാ, വസ്ത്രം കിട്ടിയോടത്ത് അവിടെ വെച്ചാളാ. വഹ്റുജ്, വേണമെങ്കിൽ തടി സലാമത്താക്കി ഇറങ്ങി നടന്നോ. ഫഇന്നാമൽ ഹബീബു ഫസുൽത്താനു യഖ്ലാൻ, വീട്ടുടമയായ എന്റെ ഹബീബ് ഉറങ്ങിയാലും ഹബീബിനെ സംരക്ഷിക്കുന്ന രാജാവ് ഉണർന്നിരിക്കാട്ടോ. പടച്ചോൻ, ഹബീബ് ഉറങ്ങിയാലും ആ ഹബീബിന്റെ സംരക്ഷകനായ രാജാവ് ഉണർന്നിരിക്കുകയാണ്. ആ ബോധം വേണം. എന്നോട് കളി നടക്കൂല.
റാബിയത്തുൽ അദവിയ കണ്ടങ്ങള് പടച്ചോൻ സത്യാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. റാബിയത്തുൽ അദവിയയിലൂടെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. എന്തൊരത്ഭുതം! ഇതാണ് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാഹിദ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രപഞ്ചത്യാഗിയായിരുന്നു. ഒന്നും വേണ്ട, ദുനിയാവൊക്കെ ഒഴിവാക്കി ഇങ്ങനെ നടക്കുന്ന ഒരു സാഹിദ്. മർവാൻ ഇബ്നുൽ ഹക്കം എന്ന് പറയുന്ന ഖലീഫയുടെ ഭരണകാലത്ത് ഇദ്ദേഹം സാഹിദായിട്ട് ഏത് ചെയ്യാണ്, അറിയപ്പെട്ടയാളാണ്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ സാഹിദിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു മർവാൻ ഇബ്നുൽ ഹക്കം എന്ന ഭരണാധികാരി. സാഹിദിനെ കാണാൻ പറഞ്ഞു. വലിയ എന്ന് പറയുന്ന ഈ സാധുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കണ്ടു. ഇയാൾ കള്ളനാന്നാ തോന്നിയത്. വിളിച്ചു വരുത്തി സംസാരിക്കുന്നതിന്റെ ഇടയിൽ രാജാവിന്റെ മുമ്പിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മർവാൻ ഇബ്നുൽ ഹക്കം വിനോദിച്ചുകൊണ്ടിരുന്ന, കളിച്ചുകൊണ്ടിരുന്ന കുറെ കളിയായുധങ്ങളുണ്ട് അവിടെ, വിനോദോപകരണങ്ങളുണ്ട്, രാജാവിന്റെ വിനോദോപകരണങ്ങള്. ഇത് കണ്ടപ്പോ ഇദ്ദേഹത്തിന് കലി കയറി. പടച്ചോന്റെ ഒരടിമ കളിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു രാജാവാണെന്ന് കരുതി കുതിര വിടാൻ പാടില്ല. ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? കയ്യിലുണ്ടായിരുന്ന ചെറിയ വടി കൊണ്ട് ഈ വിനോദോപകരണങ്ങളൊക്കെ തല്ലി അങ്ങ് പൊട്ടിച്ചു. രാജാവിന്റെ വിനോദോപകരണങ്ങൾ. രാജാവിനങ്ങ് കലി കയറി. സുബ്ഹാനല്ലാഹ്, രാജകൊട്ടാരത്തിൽ കയറി രാജാവിന്റെ വിനോദോപകരണങ്ങൾ തല്ലി ഉടച്ച ഇവനെ ഞാൻ ചോദ്യം ചെയ്തിട്ടേ നിൽക്കൂ. ഉടനെ തന്നെ പറഞ്ഞു, രാജാവിന്റെ വീട്ടിൽ കുറെ പുലിക്കൂടുകളുണ്ട്, സിംഹക്കൂടുകള്. ആ സിംഹക്കൂട്ടിലേക്ക് കൊണ്ടുപോയിടലാ വലിയ ശിക്ഷ. എന്നിട്ട് സിംഹങ്ങൾ കടിച്ചു കീറും. ഈ സാഹിദായ മനുഷ്യനെ, താബിഈയും കൂടിയാണ്, സ്വഹാബത്തിനെ കണ്ട മഹാനാണ്, ആ താബിഈയായ പണ്ഡിതനെ പിടിച്ചിട്ട് മർവാൻ ഇബ്നുൽ ഹക്കം പുലിക്കൂട്ടിലേക്കിടാൻ പറഞ്ഞു, സിംഹക്കൂട്ടിലടക്കാൻ പറഞ്ഞു. അല്ലെ, ടീച്ചർ കുട്ടിയെ പട്ടിക്കൂട്ടിലടച്ച സംഭവം മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ശിക്ഷാമുറകളാണ് ഇതൊക്കെ, ഉളുപ്പില്ലാത്ത ശിക്ഷാമുറകള്. എന്നതുപോലെ എന്തു ചെയ്തു? രാജാവ് ശിക്ഷാമുറ നൽകിയത് എന്താണെന്നറിയോ? പട്ടിക്കൂട്ടിലടക്കുകയല്ല, പുലിക്കൂട്ടില്, സിംഹക്കൂട്ടിലടക്കുകയാണ്. രാജാവ് പറഞ്ഞു, നിങ്ങൾ ആ സിംഹക്കൂട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ടാളാം. ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് സിംഹത്തിന്റെ കൂട് തുറന്നിട്ട് അത് കണ്ടുവിട്ടു. സുബ്ഹാനല്ലാഹ്, അവിടെ എത്തിയ ഉടനെ ഇഫ്തതഹസ്സല, ഇദ്ദേഹം നിസ്കാരം തുടങ്ങി. ഫജാഅത്തിൽ അസദു, സിംഹം വന്നു. വജഅലത് തുഹർരികു ദംബഹ, അത് അതിന്റെ വാലിങ്ങനെ ചലിപ്പിക്കാൻ തുടങ്ങി. ഹത്താ ജതമഅ അലൈഹി മാ കാന ഫീ ദാലിക മിനൽ അസദ്, ഫീ ദാലികൽ മൗദിഇ മിനൽ അസദ്. ആ സ്ഥലത്തുള്ള മറ്റു സിംഹങ്ങൾ, കുറെ സിംഹങ്ങളുണ്ട്, ആ സിംഹങ്ങളെല്ലാരും കൂടെ ഓടിക്കൂടി, ഈ കൂട്ടിലുള്ള സിംഹങ്ങൾ എല്ലാം കൂടെ ഓടിക്കൂടി. അല്ലേ, നമ്മൾ സാധാരണ മൃഗശാലയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകും ഒരു വലിയ കുഴി, ആ കുഴിയിൽ തന്നെ 2-3 സിംഹങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നതുപോലെ അതിലേക്ക് അട്ടുകൊടുത്തത്. സുബ്ഹാനല്ലാഹ്, എല്ലാരും കൂടെ വന്നു, വാലുകുലുക്കി ഇങ്ങനെ വന്നു. എന്തായിരിക്കും നമ്മളാണെങ്കിലുള്ള ഹാല്? ഇദ്ദേഹം നിസ്കാരം തുടങ്ങി. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ ആ സിംഹങ്ങൾ അതിന്റെ നാവ് കൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ തക്കി നക്കി തുടച്ച് വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. സിംഹങ്ങള് നിസ്കരിക്കുന്ന ഈ താബിഈയായ മനുഷ്യനെ. വഹുവ യുസല്ലി വലാ യുബാലി, അദ്ദേഹം നിസ്കരിക്കുകയാണ്, നെവർ മൈൻഡ്, ഒരു വിഷയമാക്കണില്ല. എന്ത് സിംഹാണ്, നമ്മളെയൊക്കെ സിംഹം വന്നിട്ടൊന്ന് നക്കി നോക്കണ്ടേ? ഹാലറിയണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കൂശാതെ നിസ്കരിച്ചു. ഫലമ്മ അസ്ബഹ മർവാൻ, രാത്രി ആ കൂട്ടിലടച്ചത്. നേരം വെളുത്തപ്പോ മർവാൻ പറഞ്ഞു, മാ ഫഅല ബിസാഹിദിന, നമ്മളെ ആ ഔലിയപ്പാപ്പൻ എന്തേ കാട്ടിന്ന് വെച്ചു. അത് നിങ്ങൾ പറഞ്ഞതുപോലെ പുലിക്കൂട്ടിലടച്ചു, സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഉംദുറു ഹൽ അകലതുഹു, ആ സിംഹങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് അയാളെ കടിച്ച് പിച്ചി തിന്നു കളഞ്ഞിട്ടുണ്ടാകും, ഒന്ന് പോയി നോക്ക്, എല്ല് ബാക്കിയുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ടുപോകാം. അങ്ങനെ ഇവർ വന്നു നോക്കുമ്പോ കാണുന്നത് എന്താരോ? സിംഹങ്ങള് കദിസ്തനസത് ബിഹി, ഇയാൾക്ക് ടൈം പാസ്സാണ് ഈ സിംഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇയാളോട് ഇങ്ങനെ കളിക്കുക, നക്കി തുടക്കുക, വൃത്തിയാക്കുക. ഇവരിത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഫതഅജബു മിൻ ദാലിക് വഹമലുഹു ഇലൽ ഖലീഫ ഫഅഖറജൂഹു വഹമലുഹു ഇലൽ ഖലീഫ. അയാളോട് പറഞ്ഞു, ഇങ്ങോട്ട് പോരിയാണ്, വാതിൽ തുറന്നിടത്തുകൊണ്ട് പോരിയാണ്. കൊണ്ടുപോയി ഖലീഫയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ചോദിച്ചു, അല്ല
എന്താണ് ഈ അത്ഭുതം? ഖലീഫയോട് പറയണം. അപ്പൊ ഖലീഫ ചോദിച്ചു, അമാ കുന്തു തഖാഫു മിൻഹ, പൊന്നു മോനെ, ആ സിംഹങ്ങൾ ഇങ്ങനെ വാലും കുലുക്കി വന്ന് നിങ്ങളെ നക്കി തുടക്കുമ്പോ നിങ്ങൾക്കൊരു പേടിയില്ല ഇനോ നിസ്കരിക്കുമ്പോ? അപ്പൊ ഇയാൾ പറഞ്ഞില്ല, എനിക്കൊരു പേടിയില്ലായിരുന്നു. കുന്തു മശ്ഗൂലൻ മുതഫക്കിറൻ തൂലല്ലൈൽ, ഞാൻ ഇന്നലത്തെ രാത്രി മുഴുവൻ ഗാഢമായ ആലോചനയിലായിരുന്നു. അപ്പൊ ചോദിച്ചു, നിസ്കരിക്കുന്ന നിങ്ങൾ എന്ത് ആലോചനയിലായിരുന്നു? ഞാൻ ഗാഢമായി ആലോചിക്കായിരുന്നു. സിംഹത്തെ പേടിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് പേടിയിലാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തയാ നിങ്ങളെ അലട്ടിയത്? സിംഹത്തെ പേടിക്കാത്ത രൂപത്തിൽ നിങ്ങളെ അലട്ടിയ ചിന്ത എന്താ? അയാൾ പറഞ്ഞു, ഫീ ഹാദിഹിൽ അസദ്, ഈ സിംഹത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. ഹത്താ ജാഅത്നി തൽഹസുനി, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ വന്ന് ഈ സിംഹങ്ങൾ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫകുന്തു അതഫക്കറു, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അൻ അൽ ആബിഹ, അതിന്റെ വായിൽ നിന്ന് വരുന്ന ആ നീരിനെ കുറിച്ച്, കേലയെ കുറിച്ച്, താഹിറുൻ അം നഫസ്, അത് താഹിറായിരിക്കോ നജസായിരിക്കോ, എന്റെ നിസ്കാരം ബാത്തിലാവോ ഇല്ലേന്നൊക്കെ ആയിരുന്നു എന്റെ ചിന്ത. അല്ലാതെ അത് കടിച്ചു തിന്നുന്നു എന്നുള്ള ചിന്ത എനിക്കില്ലായിരുന്നു. ഞാൻ ഈ വിഷയത്തിൽ മശൂലായിപ്പോയി. അപ്പം ബാക്കിയുള്ളതൊന്നും ആലോചിക്കാൻ ടൈം കിട്ടിയില്ല. ഫഖല്ലാ സബീല, അപ്പൊ രാജാവ് അദ്ദേഹത്തിനെ പാട്ടിന് വിട്ടു. നിങ്ങളെ വൈക്ക് പോയിക്കോളേയും, കാരണം ഇത് സാധാ മനുഷ്യനല്ല, വിട്ടുകൊടുത്തു. ഈ താബിഈയായ പണ്ഡിതൻ, അള്ളാഹുവിന്റെ ആരിഫ്, ഇദ്ദേഹം തെളിയിച്ചു കൊടുത്തത് എന്താണ്? ഞാൻ കാണിച്ചു തരാം, പടച്ചോൻ സത്യാണ്. നിങ്ങളെ ഈ വിനോദവും കളിയും തമാശയും ഒക്കെ അവസാനിപ്പിക്കണം, ഇതൊന്നും അല്ല ജീവിതം. കാണിച്ചു കൊടുത്തു. രാജാവിന്റെ മുമ്പിൽ ആരാ സാക്ഷി? ഈ താബിഈയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ജീവിതകാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. മുത്തുനബി തെളിവാണ്, മമ്പുറത്തെ തങ്ങൾ തെളിവാണ്, ഔലിയാക്കൾ തെളിവാണ്, സ്വാലിഹീങ്ങൾ തെളിവാണ്, ഒക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷെ വഫാത്തിന് ശേഷമോ, മരണശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ആ മക്ബറകളെ പിടിച്ച് സത്യം ചെയ്തത്. ഏറ്റവും വലിയ മക്ബറ മദീനത്തെ മക്ബറയല്ലേ? നമുക്ക് അങ്ങോട്ട് തന്നെ പോവുക, മദീനത്തെ മക്ബറയിലേക്ക്. നമ്മളെ നാട്ടിലൊക്കെ വലിയ വലിയ മക്ബറകളെ കുറിച്ചൊക്കെ പല അത്ഭുതങ്ങളും പറയാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. മദീനത്തെ മക്ബറ, ആ മക്ബറയിലെത്തുന്നു ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു. ഇബ്നുൽ മുഖരി എന്ന് പറഞ്ഞാൽ ആരാ? വലിയ ഹദീസ് പണ്ഡിതനായ ഇമാം അസ്ബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ഓമന പേരാണ് ഇബ്നുൽ മുഖരി. അസ്ബഹാനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയും. കാരണം ഇമാം അസ്ബഹാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് ചില ഹദീസുകളെ കുറിച്ച് പറഞ്ഞത് കാണാം. ഇമാം അസ്ബഹാനി തങ്ങൾ അദ്ദേഹം പറയാണ്, കുൻതു അന വത്തൊബ്രാനിയു വഅബു ശൈഖ്, ഞാനും ഇമാം തൊബ്രാനിയും അബു ശൈഖും, ഞങ്ങൾ 3 പേരും. ആരൊക്കെയാണ്? ഇമാം അസ്ബഹാനി, 2 തൊബ്രാനി ഞങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും. അത് ഒന്നും കൂടെ മഷ്ഹൂറായ ആളാണ്, ഒന്നും കൂടെ പ്രസിദ്ധനാണ്. ഇമാം തൊബ്രാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടാവും. ഇമാം തൊബ്രാനി, ഇമാം അസ്ബഹാനി, പിന്നെ അബു ശൈഖ്, അതും ഓമന പേര്. അദ്ദേഹത്തിന്റെ പേര് ഇബ്നു ഹിബ്ബാൻ, റവാഹു ഇബ്നു ഹിബ്ബാൻ, അതും വളരെ പ്രസിദ്ധനായ ആളാണ്. ഞങ്ങൾ 3 ആളും, ഒന്നും കൂടെ പറയുന്നു, കഥാപാത്രങ്ങളെ കൃത്യമായിട്ട് ഓർക്കുക. ഇമാം അസ്ബഹാനി, ഇമാം തൊബ്രാനി, ഇമാം ഇബ്നു ഹിബ്ബാൻ, 3 ഹദീസ് പണ്ഡിതന്മാരും ഞങ്ങൾ ബിൽ മദീന, ഒരു സമയത്ത് മദീനത്തായിരുന്നു. ഫളാഖ ബിനൽ വഖ്തു, അപ്പോൾ ആ സമയം ഞങ്ങൾക്കൊരു ഇടുക്കമുള്ള സമയമായിരുന്നു, ഒരു സമയദോഷത്തിന്റെ സമയമായിരുന്നു. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഞങ്ങൾ കുറച്ച് ക്ഷീണത്തിലായിരുന്നു. വേണ്ടതുപോലെ ഭക്ഷണം വാങ്ങി കഴിക്കാൻ കയ്യിൽ കാശില്ല, ഭക്ഷണം കിട്ടിയില്ല. ഫവാസൽനാ ദാലിക്കൽ യൗം, അങ്ങനെ ആ ദിവസവും ഞങ്ങൾ തുടർന്ന് നോമ്പ് നോറ്റു. വേറൊരു സംഭവത്തിൽ കാണാം, 3-ാമത്തെ ദിവസമായിരുന്നു ഇത്. 3 ദിവസം പട്ടിണി കിടന്നു, ഭക്ഷണം കിട്ടാതെ. 3-ാമത്തെ ദിവസവും നോമ്പ് വെച്ചു. കാരണം ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ ആ നോമ്പെങ്കിലും കിട്ടുമല്ലോ എന്ന് എഴുതിയിട്ട് നോമ്പ് വെൽക്കും. ഭക്ഷണം കിട്ടൂലെങ്കിൽ നോമ്പ് വെൽക്കാം. നോമ്പ് വെച്ചു. ഫലമാക്കാന വഖത്തുൽ ഇശാ, നോമ്പ് തുറക്കാൻ സമയമായി, ഒന്നും കിട്ടിയില്ല. ഇശാ ബാങ്ക് കൊടുത്തിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഹദർത്തുൽ ഖബ്റ, കേട്ടോ, ഇമാം അസ്ബഹാനി പറയാൻ, ഞാൻ ഖബറിന്റെ അടുത്ത് പോയി. ഇമാം തൊബ്രാനിയെയും ഇബ്നു ഹിബ്ബാനെയും കൂട്ടി, വരൂ നമ്മൾക്ക് ഖബറിന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞ്. ഏത് ഖബർ? മദീനത്തെ ഖബർ ശരീഫ്.
മുത്തുനബിന്റെ മഖ്ബറിന്റെ മുമ്പിൽ പോയി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അസ്ബഹാനിയ പറയുന്നത് എന്ത്? യാ റസൂലല്ലാഹ് അൽജൂ അൽജൂ അൽജൂ. നബിയേ, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഹബീബെ, വിശന്നിട്ട് ഒരു നിർവാഹമില്ല, പട്ടിണി കിടക്കുക. തങ്ങളെ ഈ മദീനത്ത് വന്നിട്ട് എന്തു ചെയ്യും? മദീനത്ത് വന്നിട്ട് ഞങ്ങൾ പട്ടിണിയിലാണ്. നബിയെ, ഒരല്പം ഭക്ഷണം കിട്ടാൻ പൂതിയുണ്ട്. വഫാത്തായി തങ്ങൾ കിടക്കുന്ന തങ്ങളോടല്ലേ ഈ പറയുന്നത്? ഇമാം തുബ്രാനിയുടെ കാലത്ത് റസൂലുള്ളാഹി വഫാത്തായിട്ടില്ല. എന്താ ഈ പറയുന്നത്? എത്ര പിൽക്കാലത്തുള്ള അനുഭവമാണിത്? ഇമാം തുബ്രാനിയും ഇമാം അസ്ബഹാനിയും ഇബ്നു ഹിബ്ബാനും ചെന്ന് പറയാണ്. അസ്ബഹാനിയ പറയുന്നത്, നബിയെ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, അല്പം ഭക്ഷണം വേണം. വഫാത്തായി കിടക്കുന്ന നബിയോടാ പറയുന്നത്. അപ്പോൾ ഇമാം തുബ്രാനി എന്നോട് പറഞ്ഞു, എന്ത്? അജ്ലിസുഹുന, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞിട്ടില്ലേ? നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല, പട്ടിണിയിലാണ് നിങ്ങൾ പറഞ്ഞില്ലേ? ഇനി ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇമ്മാ യകൂന റിസ്ഖു അവിൽ മൗത്ത്, ഒന്നുകിൽ ഭക്ഷണം കിട്ടും, ഒന്നുകിൽ ഭക്ഷണം കിട്ടും. നബിയോടല്ലേ പറഞ്ഞത്? നബി പരിഹാരം കാണിച്ചത്. വഫാത്തായ നബിയോടാ പറയുന്നത് കേട്ടോ. നീ മരിച്ചിട്ടാണോ എന്ന് ഇരിക്കണ്ട, വഫാത്തായി കിടക്കുന്ന നബിയോടാ പറയുന്നത്. ഒന്നുകിൽ ഭക്ഷണം കിട്ടും, അവിൽ മൗത്ത്, അല്ലെങ്കിൽ മദീനത്തെ മണ്ണ് കിടന്ന് മരിച്ചൂടെ? രണ്ടാലൊന്ന്. ഞാനിനി എവിടേക്കില്ല, ഞാൻ റസൂലുള്ളാഹിന്റെ ചാരത്തിരിക്കുക, നിങ്ങളൊക്കെ പോയിക്കോളിയാണ്. ഫഖുംതു അന വഅബു ശൈഖ്, ഞാനും അബു ശൈഖും അവിടുന്ന് എഴുന്നേറ്റു. ഞാനും അബു ശൈഖും എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ഇമാം അസ്ബഹാനിയും ഇബ്നു ഹിബ്ബാനും. തുബ്രാനി അവിടെ ഇരുന്നു, ഇമാം അസ്ബഹാനിയും ഇബ്നു ഹിബ്ബാനും ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റു. ഫഹദറൽ ബാബ്, പുറത്തേക്കുള്ള പ്രധാന കവാടത്തിന്റെ അടുത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുക. റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ ഉണ്ട് അലവിയുൻ, അലവിയ കബീലയിൽപ്പെട്ട ഒരു തങ്ങള് വന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്നു. അദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വാതിലിങ്ങനെ തുറന്നാണ്ട് ചെന്നപ്പോ തന്നെ അവിടെ ഉണ്ട് ഒരു അലവിയ ത്വരീഖത്തിൽപ്പെട്ട ഒരു തങ്ങൾ. അയാൾ പറഞ്ഞു, ഞാനൊരു തങ്ങളാണ്. അയാളെ കൂടെ 2 അടിമ പയ്യന്മാരുണ്ട്, കുട്ടികള്. ആ അടിമ പയ്യന്മാരുടെ കയ്യിൽ ധാരാളം ഭക്ഷണങ്ങളുള്ള 2 പൊതിയുണ്ട്. ഈ ഭക്ഷണ പൊതിയൊക്കെ ആയിട്ട് 2 ഖാദിമീങ്ങളൊപ്പം ഒരു തങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ആ തങ്ങള് എന്നോട് ചോദിച്ചു, നിങ്ങളാണോ ഇമാം അസ്ബഹാനി? അതെ, ഞാനാണ് അസ്ബഹാനി. എവിടെയാണ് ഇമാം തുബ്രാനിയും ഇബ്നു ഹിബ്ബാനും? ഇബ്നു ഹിബ്ബാൻ, തുബ്രാനി അവിടെ ഉണ്ട്, ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് പറഞ്ഞപ്പം ഉടനെ തന്നെ ചോദിക്കുകയാണ്, മുസ്ലിമീങ്ങളെ ചിന്തിക്കണട്ടോ. ഈ മനുഷ്യൻ ചോദിച്ചു, ശകൗതുമൂനി ഇലാ റസൂലില്ലാഹ്, നിങ്ങള് എന്നെപ്പറ്റി അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞിരുന്നോ? നിങ്ങൾ എന്നെപ്പറ്റി മുത്തുനബിയോട് പരാതി പറഞ്ഞിരുന്നോ? ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞോ? ബഹുമാനപ്പെട്ട ഇമാം അസ്ബഹാനി പറഞ്ഞു, ഞങ്ങൾ ആരെപ്പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വിശന്നിട്ടൊന്നും കിട്ടാതെ വന്നപ്പോ മുത്തുനബിയോട് സങ്കടം പറഞ്ഞിരുന്നു. യാ റസൂലല്ലാഹ് അൽജൂർ അൽജൂർ അൽജൂർ, നബിയെ പട്ടിണിയാണ് കേട്ടോ, തിന്നാനൊന്നും കിട്ടിയിട്ടില്ല എന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലേ റഅയ്തുഹു ഫിന്നൗം, എന്റെ വീട് ഇവിടെ തന്നെയാണ്, തൊട്ടടുത്താണ്. ഞാൻ അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു രാത്രിയിൽ. പെട്ടെന്നാണ് ഉറക്കത്തിൽ മുത്തുനബിയെ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. ഹബീബ് വന്നിട്ട് എന്നോട് പറഞ്ഞു, മദീനത്ത് വളരെ പ്രധാനപ്പെട്ട 3 പണ്ഡിതന്മാർ, എന്റെ ഹദീസിന് ഖിദ്മ ചെയ്യുന്ന ഹദീസ് പണ്ഡിതന്മാർ, അവര് വന്നിട്ട് പട്ടിണി കിടക്കുക 3 ദിവസമായി. നിങ്ങളെപ്പോലെ ഭക്ഷണം മിച്ചമുള്ളത് വീട്ടിൽ വെച്ച് ഈ മദീനത്ത് വരുന്ന പാവങ്ങളെ ശ്രദ്ധിക്കാതിരുന്നാൽ സംഗതി അപകടമാണ്. ഇനി മദീനത്ത് വരുന്ന മിസ്കീന്മാരെ ശ്രദ്ധിക്കാതെ അവരെ കൊണ്ട് പരാതി പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. മദീനത്തെ പാവപ്പെട്ടവരെ ശ്രദ്ധിക്കണം കേട്ടോ എന്നെന്നോട് പറഞ്ഞപ്പം തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് കിട്ടിയ ഭക്ഷണമായിട്ട് നിങ്ങളടുത്തേക്ക് വന്നതാണ്. പിടിക്കൂ, ഇത് നിങ്ങൾ കഴിച്ചോളൂ. ഫഅമറനീ ബിഹംലി ശൈഇൻ ഇലൈക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉടനെ കൊണ്ടുവന്ന് തരണം എന്നെന്റെ ഹബീബ് എന്നോട് പറഞ്ഞതാണ്. ആധികാരിക ഗ്രന്ഥമാണ് സിയറു അഅ്ലാമിൻ നുബല. സിയറു അഅ്ലാമിൻ നുബല എന്ന ആധികാരിക കിതാബിലാണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ആ ഭക്ഷണം സന്തോഷത്തോടെ വാങ്ങി ഇമാം തുബ്രാനിയെ കൂട്ടി അതാ പള്ളിയുടെ മുറ്റത്തേക്ക് പോയി ഞങ്ങൾ സന്തോഷത്തോടെ ആ ഭക്ഷണം കഴിച്ചു. എന്താ ഇപ്പൊ സംഭവിച്ചത്?
അള്ളാഹു സത്യാണ്, മുഹമ്മദ് നബി സത്യാണ്, ദീന് സത്യാണ്. വഫാത്തിന്റെ ശേഷവും മദീനയിൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകും. ഇതൊക്കെ തെളിയിച്ചു കൊടുത്തില്ലേ? മഹാന്മാര് തെളിയിച്ചു കൊടുക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി തെളിയിച്ചു കൊടുത്തു. ഇതിലും വലിയ തെളിവെന്ത് വേണം? ഇതിലും വലിയ തെളിവെന്ത് വേണം? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ഇടപെടലുകൾ മദീനത്ത് നടക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഉണ്ട് സഹോദര. അതിന് ഈമാനുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഈ രൂപത്തിൽ മദീനയിൽ ചെല്ലുമ്പോൾ കാണാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറയാനും ഒക്കെ കഴിയുകയുമുള്ളൂ. തീർച്ചപ്പെടുത്തുക, ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും ഒക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ തെളിവാണ്. എന്തിന് തെളിവാണ്? ദീൻ സത്യമാണ്, ഖുർആൻ സത്യമാണ്, അല്ലാഹു സത്യമാണ്, മുഹമ്മദ് നബി തന്നെ സത്യമാണ്. തെളിവ് മുഹമ്മദ് നബിയാണ്, അവിടുത്തെ സ്വഹാബത്താണ്, താബിഈങ്ങളാണ്, പണ്ഡിതന്മാരാണ്, വലിയ വലിയ ഔലിയാക്കളാണ്, ഉലമാക്കളാണ്. ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയും പറയാനുണ്ട്. കടന്നു വരാം. പക്ഷേ സമയം വൈകിയതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നറിയാം. 10 മണിയായി. നമ്മളെ ചർച്ച എവിടെ എത്തിയിട്ടില്ല. നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ സംഭവവും കൂടെ പറഞ്ഞിട്ട് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു. ഇനി പിൽക്കാലത്തേക്ക് പോരുക. കുറച്ച് ഔലിയാക്കളുടെ ലിസ്റ്റിൽ നിന്ന് ഒരാളെങ്കിലും പറയാം ബർക്കത്തിന്. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരിക്കൽ മസ്ജിദുൽ അഖ്സയിൽ കിടന്നു. ബൈത്തുൽ മുഖദ്ദസിൽ, പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ, 3-ാം പള്ളി അല്ലെ? ഇസ്ലാമിൽ 3-ാമത്തെ സ്ഥാനമുള്ള പള്ളിയാണത്. ആദ്യം മക്കത്തെ പള്ളി, 2-ാമത്തത് മദീനത്തെ പള്ളി, 3 ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ഞാനൊരു സംഭവം കണ്ടു. അതെന്താ? ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തൊരു കട്ടില്. ആ കട്ടിലിന്റെ ചുറ്റും ധാരാളം ആളുകൾ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ വന്നു നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, ആരാണ് ഈ തടിച്ചുകൂടിയവരൊക്കെ? ഒരു കട്ടിലുണ്ട്, ആ കട്ടിലിന്റെ ചുറ്റും കുറെ ആളുകൾ. അപ്പൊ പറഞ്ഞു, ജംഉൽ അംബിയാ ഇവർ റുസുൽ ഖദ് ഹദറു. അംബിയാക്കളും മുർസലീങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയതാണ്. ഇത് അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ് ഈ സംഭവം. അപ്പൊ ഞാനിങ്ങനെ നോക്കി, പടച്ചോനെ ആരാണിത്? ഈ കട്ടിലിന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. എന്താ ഈ കട്ടിലിന്റെ പ്രത്യേകത? നോക്കിയപ്പോൾ ഫൈദാ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈഹി ജാലിസ്. മുത്തുനബി കട്ടുമ്പൽ ഇങ്ങനെ ഇരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഞാനിത് കണ്ടു. മുത്തുനബി ഒറ്റക്ക് കട്ടുമ്പൽ ഇരിക്കുക, ബിൻഫിറാദിഹി, ഒറ്റക്കിരിക്കുന്നു. വജമീഉൽ അംബിയാഇ അലൽ അർളി ജാലിസൂൻ, മറ്റുള്ളവരൊക്കെ ഭൂമിയിൽ ഇരിക്കും ചെയ്യാം. മുത്തുനബിനെ ആദരിച്ചിട്ട് മുത്തുനബിനെ കട്ടിലിൽ ഇരുത്തി അവരൊക്കെ ഭൂമിയിൽ ഇരിക്കുന്നു. ആരൊക്കെയാണ് ആ ഇരിക്കുന്ന കൂട്ടത്തിലുള്ളത്? മിസ്ലു ഇബ്രാഹിം വ മൂസ വ ഈസ വ നൂഹ്. ഒക്കെ മഹാനവറുകൾ പറഞ്ഞത് അവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. മൂസാ നബി ഉണ്ട്, ഈസാ നബി ഉണ്ട്, നൂഹ് നബി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ചേരം അവരുടെ സംസാരവും സംഭാഷണവും ഒക്കെ കേട്ട് അവിടെ നിന്നു. ഫവഖസ്തു അൻദുറു വ അസ്മഉ കലാമഹു. സംസാരം കേട്ട് രംഗം വീക്ഷിച്ച് ഞാൻ അവിടെ ഇങ്ങനെ നിന്നപ്പോ മുത്തുനബിയും റസൂലുള്ളയും മൂസ നബിയും ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്നത് ഞാൻ കണ്ടു. ഫഹാതബ മൂസ അലൈഹിസ്സലാം നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയോട് മൂസ നബി അലൈഹിസ്സലാം അഭിസംബോധനം ചെയ്ത് സംസാരിക്കുമ്പോ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. നമ്മളെ ഹബീബിനെ വിളിച്ചിട്ട് മൂസ നബി പറയാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക ഖുൽത, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ ഉമ്മത്തിനോട്, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ അംബിയാക്കളിലെ, എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ കഅംബിയാഇ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ അംബിയാക്കളെ പോലെയാണ്. ബനു ഇസ്രായേലിലെ അംബിയാക്കളുടെ മക്കാമാണ് എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് എന്ന് നബിയെ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ പറഞ്ഞിട്ടുണ്ട്. ഫഅരിനാ മിൻഹും വാഹിദൻ. എന്നാൽ ആ അംബിയാക്കളെ പവറുള്ള ബനു ഇസ്രായേലിലെ അംബിയാക്കൾ പറഞ്ഞാൽ ആരാ? ഒന്ന് മൂസ നബി തന്നെ, മറ്റൊന്ന് ഈസ നബി. അപ്പോ പിന്നെ കുറെ ആളുകളുണ്ട്. അപ്പോ ഈ മൂസ നബി പറയാണ്, എന്നാ ഞങ്ങളെ പവർ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ആലിമിനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളെ ഉമ്മത്തിൽ നിന്ന് വരുന്ന ഒരു ആലിമിനെ അള്ളാന്റെ റസൂല് പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ജീവിതകാലത്ത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ആലിമിന്റെ പേരാ റസൂലുള്ള നിർദ്ദേശിച്ചു കൊടുത്തത്. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു സ്വപ്നലോകത്ത് കാണുന്നത്. ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ വ അശാറ ഇലൽ ഇമാമിൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലി എങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇത് എന്റെ കൂട്ടത്തിലുള്ള
എന്റെ കൂട്ടത്തിലെ, എന്റെ ഉമ്മത്തിലെ ആലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയാണ് ഗസാലി ഇമാം. അപ്പൊ പറഞ്ഞു, എന്നാ അദ്ദേഹമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം, ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിത്തരണം. ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഗസാലിയോട് സംസാരിക്കാൻ പറഞ്ഞു. ഇമാം ഗസാലിയോട് ഇദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഒരു ചോദ്യത്തിന് 10 ഉത്തരം കണ്ടിട്ടാണ് കൊടുത്തു. ഒരു ചോദ്യത്തിന് 10 ഉത്തരം. മൂസ നബിക്ക് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതിൽ ആദ്യം ചോദിച്ചത് നിങ്ങളെ പേരെന്താണ് ഇമാം ഗസാലിയോട്. അപ്പൊ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പേരാണ് പറഞ്ഞിട്ട് വാപ്പാന്റെ പേര്, വല്യാപ്പാന്റെ പേര് നീട്ടിയാണ് പറഞ്ഞു. അറബികളൊക്കെ പേര് പറയില്ല, അങ്ങനെയാണല്ലോ, ലോങ് പേര്. ഇത് പറഞ്ഞപ്പോ മൂസ നബി അലൈഹിസ്സലാം എന്തെങ്കിലും ഒരു ഗണ്ണനം പറയണല്ലോ, അപ്പോഴല്ലേ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഈസ നബി അലൈഹിസ്സലാം അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്തിനിത് വസ്സുആലു വാഹിദുൻ വൽ ജവാബു അശ്റ. ഒരു ചോദ്യത്തിന് 10 മറുപടിയാണോ? ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞാൽ പോരെ. പേരെന്താന്ന് വെച്ചാൽ ആ പേര് പറഞ്ഞാൽ പിന്നെ വാപ്പാന്റെ പേരും വല്യാപ്പാന്റെ പേരും അപ്പുറത്തുള്ള കാര്യവും ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ പോരെ. അതിന്റെ അപ്പുറം ഇങ്ങനെ നീട്ടി വലിച്ചെന്തിനാ പറയുന്നത്? വിവരമുണ്ട് എന്ന് കരുതിയിട്ട് അതൊക്കെ പാടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ നീട്ടി വലിച്ചു പറയുന്നത്? കാര്യമുള്ളത് മാത്രം പറഞ്ഞാൽ പോരെ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഗസാലി ഇമാമ ഉടനെ തന്നെ പറഞ്ഞു, ഹാദൽ ഇഅ്തിറാദു വാരിദുൻ അലൈക അയ്ളൻ ഖബ്ലി. എന്റെ മുമ്പ് ഇതൊരു പ്രശ്നമാണെങ്കിൽ ഈ ഖണ്ഡനം ആദ്യം വരുന്നത് നിങ്ങൾക്കെതിരാണ്. മൂസ നബി ചോദിച്ചു, എനിക്കെതിരോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ? നിങ്ങളോട് അന്ന് അല്ലാഹു ചോദിച്ചില്ലേ? ഖുർആൻ കൊണ്ടാണ് തെളിയിക്കുന്നത്. വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസ നബിയെ, നിങ്ങളെ വലത്തെ കയ്യിലെന്താ? വടി ഇങ്ങനെ എടുത്തപ്പോ അല്ലാഹു ചോദിച്ചില്ലേ? അപ്പൊ നിങ്ങളെന്താ മറുപടി പറഞ്ഞത്? നിങ്ങളെന്താ അന്ന് അല്ലാഹുവിനോട് മറുപടി പറഞ്ഞത്? ഇതെന്താന്ന് ചോദിക്കുമ്പോ എന്റെ വടിയാന്ന് പറഞ്ഞ അസായ അത്ര പറഞ്ഞാ പോരെ, എന്റെ വടിയാണ്. വമാ തിൽക ബിയമീനിക യാ മൂസ എന്ന് ചോദിച്ചപ്പോ നിങ്ങളെ മറുപടി എന്തായിരുന്നു? ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖറാ. അതെന്റെ വടിയാണ്, അതുകൊണ്ട് ഞാൻ കുത്തിപ്പിടിച്ച് നടക്കും. എന്റെ ആടുകൾക്ക് പച്ചിലകൾ തല്ലിക്കൊഴിച്ചു കൊടുക്കും. വലിയ ഫീഹാ മആരിബു ഉഖറാ, പറഞ്ഞാ തീരാത്ത കുറെ ആവശ്യങ്ങൾ അതുകൊണ്ടുണ്ട്. ഇന്ന ആവശ്യങ്ങളൊക്കെ ഈ വടി കൊണ്ടുണ്ട്. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മൂസ നബിയെ? വടിയാന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഞങ്ങൾ ഇത്ര കൂടുതൽ പറഞ്ഞത്? അപ്പം മൂസ നബി അലൈഹിസ്സലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന് കൈ കൊടുത്തു. ആൺകുട്ടിയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആൺകുട്ടിയാണ്. ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ. ശരിയാണ്, ബനു ഇസ്രായേൽ അംബിയാക്കളുടെ സ്ഥാനത്ത് തന്നെയാണ്. കണ്ടോ നിങ്ങള്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിലൂടെ ഷാദുലി റളിയല്ലാഹു അൻഹുവിന് തെളിയിച്ചു കൊടുക്കുന്നു, മുത്തുനബിയുടെ കലാമുകൾ സത്യമാണെന്ന്. ഖുർആൻ സത്യമാണെന്നതിന് തെളിവ്, മുത്തുനബി സത്യമാണെന്നതിന് തെളിവ് ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരാണ്. മഹാന്മാരിലൂടെയാണ് ദീൻ സത്യമാണെന്ന് ലോകം കണ്ടിട്ടുള്ളത്. പറഞ്ഞാൽ തീരില്ല, ഇനിയും കുറെ ഉണ്ട്. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഒരുപാട് ഇത് മതി, ബുദ്ധിയുള്ളവർക്ക് ഇത് മതി. മഹാന്മാരെ അവഗണിച്ചുകൊണ്ടൊരു ദീനില്ല, മഹാന്മാരെ മാറ്റിവെച്ചുകൊണ്ടൊരു ദീനില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി. അള്ളാഹു വിജയിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവരും ആരും പോകരുത്. ഇൻഷാ അള്ളാഹ് അവസാനിപ്പിക്കുക, പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഒരു 5 മിനിറ്റ് എല്ലാവരും അവിടെ ഇരിക്കുക. ഇൻഷാ അള്ളാഹ് നമ്മുടെ പരിപാടി മറ്റന്നാളത്തോടുകൂടെ ഇൻഷാ അള്ളാഹ് പരിപാടി സമാപിക്കാൻ പോവുകയാണ്. അതിന്റെ മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുണ്ട്, നാളെ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങള് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തും എന്നും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളി മദ്രസകളൊക്കെ നടന്നു പോകുന്നത് അതിന് സ്ഥിരമായ ഒരു വരുമാനമോ കാര്യമോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയോട് സഹകരിക്കണം. ഈ സദസ്സിൽ വന്ന് നിങ്ങളൊക്കെ സഹകരിക്കണം. ഇതിന് നമുക്ക് ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ സഹായത്തിന് കുറച്ച് വാടക സാധനങ്ങൾ മരിച്ചുപോയ നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ പേരിൽ കുറച്ച് വാടക സാധനങ്ങൾ നിങ്ങൾ വാങ്ങിയിടുകയാണെങ്കിൽ അൽഹംദുലില്ലാ അത് നല്ല ഒരു വരുമാനമായിരിക്കും. നാളെ കവറ് നൽകും. ആ കവറിൽ എല്ലാവരും നന്നായിട്ട് സംഭാവന നൽകണം. 1000, 500, 2000 ഒക്കെ നൽകാൻ കഴിയുന്നവർ അങ്ങനെ നൽകണം. 5000 പറ്റുന്നവർ അങ്ങനെ തന്നെ നൽകണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 200 രൂപ വ്യക്തി ഒന്ന്
ആളൊന്ന് 200 റുപ്യെങ്കിലും ഒരു കവറിൽ ഇടണം എന്ന് പറയുന്നത് ഇത്രയും വർദ്ധിച്ച തോതിൽ ഇതിന്റെ ലൈറ്റ്, സൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മദ്രസയുടെയും പള്ളിയുടെയും നടത്തിപ്പ്, ഇത് മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. അതിന് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, അതെല്ലാം കൂടെ ഈ സദസ്സിന്ന് കിട്ടും എന്നുള്ള നിലക്കല്ല. നീട്ടി ചോദിക്കാൻ ഒരുങ്ങുന്നു എന്ന് കരുതി ആരും പോകും വേണ്ട. 10 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ദുആയും കഴിഞ്ഞു പോകാം. ഇന്നൊരു 10 മിനിറ്റ് 10:10 ഇൻഷാ അല്ലാഹ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പിരിയാൻ പറ്റുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഏർപ്പാടുണ്ടാക്കാം. ഇവിടെ ചെമ്പ്, ഒരു വലിയ ചെമ്പ് സ്വാഭാവികമായിട്ട് വേണ്ടതാണ്, ആവശ്യമുള്ള സാധനമാണ്. അതിന് 800 റുപ്യ അല്ലേ? ഇത് 800 എഴുതിയതില്ലേ? ചെമ്പിന് 800 എന്ന് ഞാനും വിചാരിച്ചു എന്താണ് അല്ലെ, ഒരു 0 കുറഞ്ഞു പോയതാ. 8000 റുപ്യ വേണം ചെമ്പിന്. അപ്പൊ അതുകൊണ്ട് അത് തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാള് സദസ്സിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നന്നായി ഒന്ന് ദുആ ചെയ്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അടുത്ത കുറച്ച് സാധനങ്ങൾ അങ്ങനെ തരാൻ പറ്റുന്നവർ, സഹകരിക്കാൻ പറ്റുന്നവർ, ചെമ്പ് തരാൻ പറ്റിയ ആരെങ്കിലും സദസ്സിലോ വേദിയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 8000 റുപ്യല്ലേ നമ്മളെ സമ്പത്ത് നിന്ന് ഒരു നല്ല മാർഗം. അത് കാലാകാലം അങ്ങനെ ഉപയോഗിക്കുമല്ലോ ഇവിടെ. അതുവഴി എന്നും പള്ളിക്കൊരു നിത്യ വരുമാനം. അത് വരും തോറും നിങ്ങൾക്ക് അതിന്റെ കൂലി ഇങ്ങനെ കിട്ടും. വലിയ കാര്യമാണ്. ഒരുപാട് കാലം നിലനിൽക്കും ചെയ്യും. ചെയ്യാൻ താല്പര്യമുള്ളവരാരും അൽഹംദുലില്ലാഹ് നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി അദ്ദേഹം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. 8000 റുപ്യ അദ്ദേഹം ഇൻഷാ അല്ലാഹ് തന്നെ. അത് ശരി, ഇതൊരു ഒന്നല്ലേ എഴുതിയിട്ടുള്ളൂ. ശരിയാ. ചെമ്പ് ഒന്ന് പോരാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 5 ചെമ്പ് വേണം. അതിൽ ഒന്ന് അദ്ദേഹം ഏറ്റു, ഒന്ന് വേറൊരാളും ഏറ്റിട്ടുണ്ട് അല്ലെ? ഒന്ന് വേറൊരാൾ ഏറ്റിട്ടുണ്ട്. 2 എണ്ണത്തിന് ആളായിട്ടുണ്ട്. അല്ലാഹുവേ അർഹമുർ-റഹീമായ റബ്ബേ, ഇദ്ദേഹം എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളാ. കൊണ്ടോട്ടിയിൽ, ഇവിടുന്ന് കൊണ്ടോട്ടിക്ക് വരും എല്ലാ ഞായറാഴ്ചയും. അദ്ദേഹത്തിന് അമ്മോഷനും ഒക്കെ ഉണ്ടാവും. വേറെയും കുറെ ആളുകൾ ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരുണ്ടാവും. പക്ഷെ നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ അറിയുന്നു എന്ന് മാത്രം. അല്ലാഹുവേ, ദുനിയാവും ആഖിറവും നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. നേരത്തെ പറഞ്ഞ ആ സഹോദരനും നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇത് രണ്ടും ഏറ്റെടുത്ത ആൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നീ ചൊരിയണേ അല്ലാഹ്. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാറ്റിലും ഉപരി നാളെ ആഖിറത്തിൽ പടച്ചോനെ അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. എങ്ങനെയെങ്കിലും സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ സൂറത്തുൽ വാഖയിൽ പഠിച്ച സംഗതികൾ അതാണ്. തട്ടിമുട്ടി സലാമത്താകുന്ന പോലെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. അക്കൂട്ടത്തിൽ പെടുത്തി തരണേ അല്ലാഹ്. ആ കൂട്ടത്തിൽ നീ പെടുത്തി തരണേ അല്ലാഹ്. വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ല, മറ്റേയാള് മരണപ്പെട്ടുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ അവിടുത്തെ ഉപ്പയുടെ ഖബർ നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഇവർക്കൊക്കെ ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയവർ അല്ലാഹുവേ അവരുടെയൊക്കെ ഖബറുകൾ നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ?